له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما فرضنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أبي والنرايا سادات علماء أستاذ متعلم രക്ഷിതാക്കൾ മാന്യ സഹോദരന്മാർ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടി ദിക്റിനും ദുആഇനും ഖുതുബിയ്യത്തിനുമൊക്കെ ഈ വന്നിരിക്കുന്നത് മുഴുവൻ ഹാജത്തുകളും നിറവേറ്റപ്പെടുന്ന രീതിയിൽ പൂർണ്ണമായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വലിയ ഉപദേശങ്ങളുടെയൊന്നും ആവശ്യമില്ലാത്ത ഒരു സന്ദർഭമാണ് ആമുഖമായി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ നിയന്ത്രണം മുസ്ലിങ്ങൾ പാലിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. മുസ്ലിം നല്ല അച്ചടക്കമുള്ളവനും ബഹുമാനമുള്ളവനും ഏവരാലും ആദരിക്കപ്പെടുന്നവനുമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ മാപ്പിളമാര് എന്ന് വിളിക്കാറുണ്ട്. മാപ്പിള എന്ന് പറഞ്ഞാൽ മഹാപിള്ള അഥവാ ബഹുമാനമുള്ളവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താ ഈ ബഹുമാനം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം? മുസ്ലിം സ്വീകരിച്ചിരുന്ന അച്ചടക്കം. ഇന്ന് ഒരു ഒരു സ്ഥലത്തും ഒരു സമയത്തും കിട്ടാക്കനിയായി മാറിയിരിക്കുന്ന ഒന്നാണ് അച്ചടക്കം. അത് തീരെ ഇല്ലാത്ത ഒരു വിഷയമാണ് നമ്മുടെ നാവും നമ്മുടെ വാക്കുമല്ല. അച്ചടക്കബോധമുള്ള മുസ്ലിങ്ങളായി നാം ഓരോരുത്തരും മാറണം. നാം ഏത് അമൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ അമലുകളുടെയൊക്കെ
ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചു ഒരു നീണ്ട ചോദ്യം. അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി അനിന്നാർ. സ്വർഗ്ഗത്തിൽ കടക്കണം, നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്തണം, അതിന് പറ്റുന്ന ഒരു പണി എനിക്ക് പറഞ്ഞു തരണം. നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്തുന്നതാണ് വിജയം. നരകത്തിൽ കടന്നിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു വിജയമല്ല. അതുകൊണ്ടാണ് ഏതൊരു മുസ്ലിമിനെയും മറവ് ചെയ്ത ശേഷം തൽഖീൻ ചൊല്ലിക്കൊടുക്കുമ്പോ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന ആൾ ആദ്യം പോകുന്ന ആയത്തറിയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടു, വഉദ്ഖിലൽ ജന്നത സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്തി, ഫഖദ് ഫാസ് അവൻ വിജയിച്ചു. നരകം തൊട്ട് കരിക്കഷ്ണമായി മാറി സ്വർഗത്തിലേക്ക് വിധിയെഴുതപ്പെടുമ്പോ സ്വർഗത്തിന്റെ തൊട്ടടുത്തായി അല്ലാഹു സ്ഥാപിച്ച ഒരു ജലമുണ്ട്, മാഉൽ ഹയാത്ത് എന്നാണ് അതിന്റെ പേര്. സ്വഹീഹ് ബുഖാരിയിൽ കാണാം. ആ മാഉൽ ഹയാത്തിൽ നരകക്കാരനെ ഇട്ടൊന്ന് മുക്കി അവന്റെ ശരീരത്തിലെ കീടങ്ങൾ മുഴുവനും മാറ്റി ഏറ്റവും നല്ല മുത്തുപോലെ അവനെ മാറ്റിയെടുത്ത് സ്വർഗത്തിലേക്ക് അവനെ കടത്തിയാലും അവനെ സ്വർഗക്കാരെ വിളിക്കുന്ന പേര് ജഹന്നമിയൂൻ എന്നാണ്. ജഹന്നമിൽ നിന്ന് വന്ന ആളുകൾ എന്ന ടൈറ്റിൽ അവർക്ക് കാലാകാലം ഉണ്ട്. ആരും അതിന്റെ പേരിൽ കച്ചറയുണ്ടാക്കൂല. അപ്പൊ സഹോദരന്മാരെ, ഏറ്റവും വലിയ വിജയം നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന വിജയമാണ്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി അനിന്നാർ. നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്തുന്ന ഒരു കർമ്മം എനിക്ക് അറിയിച്ചു തരൂ നബിയേ. ആ സമയത്ത് പറഞ്ഞു, ലഖദ് സഅൽത അൻ അംരിൻ നദീം. മുആദേ, നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് വലിയ ഒരു സംഗതിയാണ്, ചെറിയൊരു കാര്യമല്ല. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി വിശദീകരിച്ചു കൊടുത്തു. തൗഹീദ് ശരിക്കും മുറുകെ പിടിക്കണം. അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം വേണം. അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ സകല വിശ്വാസങ്ങളെയും വിശ്വസിക്കണം. നിസ്കാരം പ്രകാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. ശേഷം സ്വതക്കയുടെ പുണ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുദീർഘമായ ഹദീസാണ്, ഞാൻ ഒരു വായിക്കുന്നില്ല. എല്ലാം പറഞ്ഞു കൊടുത്തു. ജിഹാദിന്റെ മഹത്വം ഒക്കെ പറഞ്ഞു കൊടുത്ത ശേഷം അവസാനം തങ്ങൾ ചോദിച്ചു, അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലിഹാ. അറിയുമോ മുആദേ, ഈ വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാന വിഷയം ഏതാണ്? നാരായവേലി എന്ന് പറയും. പയസ്താദ്മാര് അർത്ഥം വെക്കുമ്പോ നാരായവേലിന്റെ അപ്പുറത്തൊരു പേരുണ്ടാകൂല അർത്ഥം. ഏറ്റവും വലിയ അടിസ്ഥാനം ഏതാണ് എന്നറിയുമോ? പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, എനിക്ക് ആ വിഷയം അറിയില്ല നബിയേ. അപ്പോൾ പറഞ്ഞു കൊടുത്തു, നാവിങ്ങനെ പുറത്തേക്ക് വലിച്ചു നീട്ടിയിട്ട് കുഫ്ഫ അലൈക ഹദാ, ഈ നാവിനെ നിയന്ത്രിച്ചോ മുആദേ. നിസ്കാരം സ്വീകരിക്കപ്പെടാനും ദിക്ർ പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ നന്നാകാനും, അതേപോലെ തന്നെ നമ്മുടെ സ്വതക്കകൾ ഫലവത്താകാനും, നമ്മുടെ അമലുകൾ പുണ്യമുള്ള അമലായി ഗണിക്കപ്പെടാനും, എല്ലാ കർമ്മങ്ങൾക്കും പോരിശ കിട്ടാനും, നരകം തൊടാതെ സ്വർഗത്തിലെത്താനും കുഫ്ഫ അലൈക ഹദാ, ഈ നാവിനെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയേ, സംസാരിക്കുന്ന വിഷയങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കപ്പെടുമോ? വൈകുന്നേരം എന്തെല്ലാം സംസാരിച്ചു. ഓരോ ദിവസവും വൈകുന്നേരം അങ്ങാടികളിലേക്ക് ഇറങ്ങി, മഗ്രിബിന് കയറി, മഗ്രിബിന്റെ ശേഷം ഇറങ്ങി, ഇശാഇന് കയറി, ഇശാഇന്റെ ശേഷം ഇറങ്ങി, ഇതെല്ലാം സംസാരിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നത് 10 മിനിറ്റ് അല്ലേ? ആ 10 മിനിറ്റിന്റെ പണി 1 മിനിറ്റ് കൊണ്ട് തീരുന്നില്ലേ? തസ്ബീഹ് ചൊല്ലുന്നത് 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് അപ്പുറത്തൊരു മിനിറ്റ് കൊണ്ട് തീരുന്നില്ലേ?
നല്ല ബുദ്ധിപൂർവം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇശാ മഗ്രിബിനിടയിൽ പള്ളിയിൽ തപസ്സിരിക്കാൻ ആളെ കിട്ടുമോ? എന്നാൽ അവൻ രക്ഷപ്പെട്ടു. മഗ്രിബിന് ശേഷം ഇശ വരെ എത്ര സമയമുണ്ട്? 1 മണിക്കൂറും ചില്ലറ സമയവും അല്ലേ? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചുരുങ്ങിയ സമയമല്ലേ? ഇശാ വരെ പള്ളിയിൽ നമ്മുടെ ശരീരത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുമോ? എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അസുറിന് ശേഷം മങ്ങാടിയിലേക്ക് ഇറങ്ങി സുഹൃത്തുക്കളൊക്കെ കണ്ട് സലാം പറഞ്ഞ് നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറയാൻ എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോയി അതവർക്ക് കൊടുത്ത ശേഷം പള്ളിയിലേക്ക് വന്ന് പിന്നെ പള്ളിയിൽ കുറച്ചു നേരം തപസ്സിരുന്ന് കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിന് പോകണം. അയാൾ പള്ളിയിൽ ഇരുന്നാൽ ജനങ്ങൾക്ക് സാധനങ്ങൾ കിട്ടൂല. അല്ലാത്ത ആളുകളൊക്കെ വർത്തമാനങ്ങൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ശുദ്ധലാകുന്ന കാലമാണിപ്പോ. സഹോദരന്മാരെ, മുആദ് ചോദ്യം, ഞങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകുമോ? സംസാരിക്കുന്നവർക്ക് ശിക്ഷ ഉണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നാവുകൾ കൊയ്തെടുക്കുന്നതല്ലാതെ ജനങ്ങളെ നരകത്തിൽ വീഴ്ത്തുന്നുണ്ടോ? നാവുകൾ എന്താണോ കൊയ്തുവിടുന്നത്, അതുകൊണ്ടാണ് ജനങ്ങൾ നരകത്തിലേക്ക് വീഴുന്നത്. നാവാണ് അതിന്റെ മുഖ്യമായ വിഷയം. അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അറിഞ്ഞോ, ഇന്നും നടന്നിട്ടുണ്ട്, നാളെയും നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തോട്, എല്ലാ അവയവങ്ങളോടും ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈയും നമ്മുടെ കാലും നമ്മുടെ കണ്ണും നമ്മുടെ എല്ലാ അവയവങ്ങളും, അതേ നമ്മുടെ മറഞ്ഞു കിടക്കുന്ന അവയവങ്ങൾ വരെ നാവിനോട് മാത്രം ഒരു വിഷയം പറയുന്നുണ്ട് എന്ന് എല്ലാ ദിവസവും രാവിലെ നാളെയും പറയും. എന്താണ് പറയുന്നത്? അസ്ബഹ ബിനു ആദം, മനുഷ്യൻ ആദം അലൈഹിസ്സലാമിന്റെ പുത്രൻ നേരം വെളുക്കുന്നു. വൽ അഅ്ളാഉ കുല്ലുഹാ തുകഫിറു ലിസാൻ, അവയവങ്ങൾ മുഴുവനും നാവിനോട് അടക്കം പറയുന്നുണ്ട്. എന്താണ് അടക്കം എന്നറിയോ? ഇന്നലെയും അത് പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. പക്ഷേ എന്താ ഉസ്താദെ കേൾക്കാത്തത്? നമ്മുടെ കർണപുടങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഉസ്താദെ കാണാത്തത്? ഹക്ക് കാണാൻ അന്ധതയിലാണ്. എന്താണ് ഉസ്താദെ മനസ്സിലാക്കാത്തത്? നേരിനെ തൊട്ട് മറവിലാണ് നമ്മുടെ മനസ്സുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് കേൾക്കാൻ കഴിയാത്തത്. എല്ലാ അവയവങ്ങളും പറയുന്നുണ്ട്, നാവിനോട് പറയുന്നുണ്ട്. ഇനി ഇസ്തഖംതി ഇസ്തഖംനാ വ ഇൻ വജജ്തി വജജ്നാ. നാവേ, നേരെ ചൊവ്വയാണോ? ഞങ്ങളൊക്കെ നേർക്കാണ്. നാവേ, നീ വക്രമായിട്ടാണോ? ഞങ്ങളൊക്കെ വളഞ്ഞിട്ടാണ്. നേരം കൊടുക്കുമ്പോൾ തന്നെ നാവിനോട് കൈ പറയുന്നുണ്ട്, കാല് പറയുന്നുണ്ട്, മൂക്ക് പറയുന്നുണ്ട്, കണ്ണ് പറയുന്നുണ്ട്, എല്ലാ അവയവങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നാവ് നേരെയാണോ? എല്ലാ അവയവങ്ങളും നേരെയാണ്. നാവ് പോക്കാണോ? എല്ലാ അവയവങ്ങളും പോക്കാണ്. നേരം ഇതൊരു പ്രതിജ്ഞ നടത്താത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകയാൽ ഓ സഹോദരന്മാരെ, അങ്ങും ഇങ്ങും കേൾക്കുന്ന അപശബ്ദങ്ങളിൽ തർക്കിച്ച് അന്യോനം മറ്റു പലരെയും പഴിചാരി ഓരോരുത്തരെയും പോസ്റ്റ്മോർട്ടം നടത്തി, ആ പോസ്റ്റ്മോർട്ടം ഏറ്റവും അധികം നടക്കുന്ന സന്ദർഭമാണിപ്പോ. പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കുന്നില്ലല്ലോ. പോസ്റ്റ്മോർട്ടത്തിലും ഓപ്പറേഷനിലും കുടുങ്ങി ഓരോരുത്തരെയും ചർച്ച ചെയ്തിട്ട് അയാളെ പറ്റും, ഇയാളെ പറ്റൂല, ഇയാളെ പറ്റും, അയാളെ പറ്റൂല. നമ്മുടെ അമലുകളും കാര്യങ്ങളും ബാത്തിലാക്കുന്നത് ശ്രദ്ധിക്കണം. മഹാരഥന്മാര് നാവിന് കൂച്ചുവിലങ്ങ് ഏർപ്പെടുത്തിയില്ലേ? നാവ് കൊണ്ട് സംസാരിച്ചാൽ രക്ഷ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോ എത്ര മഹാന്മാര് പിന്നാട്ടം നനച്ചുപോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ദുന്നൂനുൽ മിസ്രി തങ്ങൾ ഒരു ദിവസം കാട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ സഞ്ചരിക്കേണ്ട കാട്ടിലൂടെ. അതൊരു ഉപദ്രവം ഉണ്ടാവും. മനസ്സൊക്കെ നല്ല കാലിയൊക്കെ എല്ലാവർക്കും പറ്റുന്നുണ്ടോ? യോഗ്യത ഉള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. യോഗ്യത എന്ന് പറഞ്ഞാൽ അവർക്കൂടെ ബാധ്യതകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഭാര്യ മക്കളുള്ള ആളെ കാട് തരാൻ പോകാൻ പറ്റില്ല.
ഭാര്യ മക്കളുള്ള ആള് അവർക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും വസ്ത്രം ധരിക്കാനും അധ്വാനിക്കുന്നതാണ് ഏറ്റവും നല്ല. പിന്നെ ബാക്കി നല്ല അമലുകളായിട്ട് മുന്നോട്ട് പോകുക. സാമൂഹ്യ പ്രവർത്തനം, വ്യക്തിപരമായ പ്രവർത്തനം, പ്രാദേശിക പ്രവർത്തനം, ദീനീ പ്രവർത്തനം, ഇതൊന്നുമില്ല. ഇതിന്റെ ബാധ്യതകളൊന്നും ഒരാൾക്കില്ല. പെങ്ങളെ നോക്കാനില്ല, മറ്റൊരു നോക്കാൻ, ആരും നോക്കാനില്ല. അയാൾ ഒറ്റത്തടിയാണ്. ബാപ്പയും ഉമ്മയും മരിച്ചുപോയി, ഇയാൾ ഒറ്റ ആളാണ്. അയാൾ വിവാഹത്തിലേക്ക് നല്ല ഇൽമു പഠിച്ചു. അയാൾ സ്വസ്ഥതയ്ക്ക് വേണ്ടി എവിടെ പോയിരുന്നു, പ്രശ്നമില്ലല്ലോ, ആർക്കൊരു വിഷയമില്ലല്ലോ. അങ്ങനെ എല്ലാവരും കാട് കയറണമെന്നില്ല. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു റാഹത്ത് കിട്ടാൻ കാട്ടിലൂടെ ഞാൻ നടന്നപ്പോൾ ദൂരെ ഒരാളിങ്ങനെ വിളിക്കുന്നത്. അയാൾ അടുത്തേക്ക് സലാം മടക്കാതെ കണ്ടപ്പോൾ കുറച്ചുകൂടി നടന്ന് അടുത്തേക്ക് എത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം മാത്രം മടക്കം. പിന്നെ ചോദിച്ചു, നിങ്ങൾ എവിടെ, എന്താ വിശേഷം, എന്താ ഇവിടെ കാട്ടിന്റെ ഉള്ളിൽ? ഒന്നിന് ജവാബ്, ഒന്നിന് മറുപടി ഇല്ല. എന്താ മിണ്ടാത്തത്? എന്താ സംസാരിക്കാൻ കഴിയുന്ന സലാം മടക്കുമ്പോൾ മനസ്സിലായി. എന്താ സംസാരിക്കാത്തത് എന്താന്ന് ചോദിച്ചപ്പോ ഒരു കൊള്ളിയെടുത്തിട്ട് മരുഭൂമിയിൽ അങ്ങ് എഴുതി, فإذا نطقت فقل لربك ذكرا لا تنسه واذكره في الحالات منع اللسان من الكلام. നാവിനെ സംസാരത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്നു. കാരണം ഈ നാവുണ്ടല്ലോ എല്ലാ പരീക്ഷണങ്ങളെയും കൊണ്ടുവരുന്നത് ഈ നാവാണ്. സർവ വിപത്തുകളെയും വലിച്ചു കൊണ്ടുവരുന്നത് ഈ നാവാണ്. എന്നിട്ട് ഉപദേശം, എപ്പ നീ സംസാരിക്കുകയാണെങ്കിലും നിന്നെ പോറ്റി വളർത്തുന്ന, നിനക്ക് നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിവ് തന്ന റബ്ബിനെ ഓർത്തുകൊണ്ടാകണം സംസാരിക്കുന്നത്. അവനിത് പറ്റുമോ? പറ്റുകയില്ലേ. അവൻ ഇഷ്ടപ്പെടുമോ? അവൻ തള്ളിക്കളയുമോ? റബ്ബിനെ ഓർത്തുകൊണ്ട് നീ സംസാരിച്ചാൽ പന്തികേട് വരൂല, കുഴപ്പങ്ങൾ വരൂല, അനാവശ്യങ്ങൾ വരൂല. കാരണം നിന്റെ മനസ്സിന്റെ ചിന്ത ഞാൻ പറയുന്നത് അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അത് പറ്റൂലെങ്കിൽ ഞാൻ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ആളല്ലല്ലോ, അതുകൊണ്ട് പറയണ്ട എന്ന് നിന്റെ മനസ്സ് നിന്നോട് ജപിക്കുകയും നിന്റെ നാവിനെ അങ്ങനെ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ അല്ലാഹുവിനെ മറക്കരുത്. എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും റബ്ബിനെ ഓർമ്മ വേണം. ഇതിങ്ങനെ എഴുതി കൊടുത്തപ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു വേറെ നേരെ അപ്പുറത്ത് എഴുതി കൊടുത്തു. നേരെ അപ്പുറത്ത് فلا تكتب بكفك غير شيء يسرك في القيامة أن تراه. എഴുതുന്നവരൊക്കെ പരീക്ഷിക്കപ്പെടുന്ന സമയം വരാനാണ്. പഠിച്ചവനെ എഴുതാൻ പറ്റൂലേ, മിണ്ടാൻ പറ്റൂല എന്ന് കരുതിയിട്ട് ഞാൻ നാവിനെ ബ്ലോക്കിട്ടു. ഇപ്പൊ കിട്ടുന്ന ഉപദേശം എല്ലാ എഴുത്തുകാരും പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. എല്ലാ കാത്തിബീങ്ങളും പരീക്ഷിക്കപ്പെടും. വിരലുകൊണ്ട് കൈകൊണ്ട് എഴുതിയതൊക്കെ റബ്ബിന്റെ അടുക്കൽ സാക്ഷിയാക്കപ്പെടും, ഹാജരാക്കപ്പെടും. എന്നിട്ടൊരു ഉപദേശം, നേരത്തെ ഉപദേശം രണ്ടാമത്തെ വരിയിൽ തന്നുപോലെ അങ്ങോട്ടൊരു ഉപദേശം, പേരകൊണ്ടിന്റെ എഴുതണമെന്നില്ലല്ലോ, മൊബൈലുണ്ട് എഴുതിയാൽ മതി, മെസ്സേജിൽ എഴുതിയാൽ മതി. എല്ലാം പെട്ടില്ല, എല്ലാം ശ്രദ്ധിക്കണം. നമ്മളെ എത്തൊക്കെ പെട്ടി മഹാന് മാത്രം ബാധകല്ല. എന്തെല്ലാമാണ് എഴുതി വിടുന്നത്. അഡ്രസ് ഉണ്ടോ, എത്ര അക്ഷരങ്ങൾ ഒരു ദിവസം എഴുതി, ഒക്കെ അല്ലാഹു പൊരുത്തപ്പെട്ടതാണോ?
ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തുറഹു. ഖിയാമത്ത് നാളിൽ കണ്ടാൽ സന്തോഷം വരുന്നതല്ലാതെ കൈകളെ കൊണ്ട് നീ എഴുതരുത്. ഈ കൈ കൊണ്ട് എഴുതാണെങ്കിൽ ഖിയാമത്ത് നാൾ ഹാജരാക്കുമ്പോൾ സന്തോഷം വരും. നിങ്ങൾ നോക്ക്, വലിയ വലിയ ഇമാമിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും ആദ്യത്തിൽ പരിഗണിക്കപ്പെടുന്ന തഫ്സീറായ ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ത്വബരി, ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീർ, ഇതൊക്കെ പരലോകത്ത് വരുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും. കാരണം അത് പഠിച്ചവര്, അത് പഠിപ്പിച്ചവര്, അത് മനഃപ്പാഠമാക്കിയവര്, അതുകൊണ്ട് നന്നായവര്, അതുകൊണ്ട് എത്രയോ കാര്യങ്ങൾ സാധിച്ചെടുത്തവര്, ഇതിനൊക്കെ കാരണം ഇത് എഴുതിയതല്ലേ, അവർക്കൊക്കെ എത്ര സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് ഖിയാമത്ത് നാളില്ല എഴുത്ത് കണ്ടാൽ സന്തോഷം വേണം, അങ്ങനത്തതല്ലാതെ എഴുതരുത്. അപ്പൊ ആ മഹാൻ ചിന്തിച്ചു, നേരത്തെ സംസാരം നിർത്തി, ഇപ്പൊ എഴുത്തു നിർത്തി. ഇനി ജീവിതത്തിൽ ആകെ ഒരു ഭാഷയെ കഴിയുള്ളൂ, അതാണ് ആംഗ്യഭാഷ എന്ന് പറഞ്ഞ ഭാഷ. ലോകഭാഷയാണ് ആംഗ്യഭാഷ. ഏതാൾക്കും സാധിക്കുന്നതാണല്ലോ ആംഗ്യഭാഷ. എങ്ങനെ ഓരോന്നും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പേടിന്റെ ഊക്കുകൊണ്ട് അദ്ദേഹം ഒറ്റ അട്ടഹാസം അട്ടഹസിച്ചു. അട്ടഹസിച്ചിട്ട് അവിടെ വീണു. മിണ്ടാത്ത ഈ മഹാൻ ഇനി എഴുതാനും വകുപ്പില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പേടി കൂടിയപ്പോ അവിടെ വീണുപോയി. ശബ്ദിച്ചിട്ട് അദ്ദേഹം വീണു. കുറച്ചു നേരം കഴിഞ്ഞ് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു തൊട്ടു നോക്കുമ്പോ ജീവൻ ഇല്ല, മരണപ്പെട്ടിട്ടുണ്ട്. വേഗം ജനാസ സംസ്കരിക്കുന്നതിന്റെ ഭാഗങ്ങളൊക്കെ നോക്കിയപ്പോ ഒരശരീരി ദുന്നൂനുൽ മിസ്രി തങ്ങളോടൊരു വിളിയാളം, നിങ്ങൾ ആ ജനാസയെ സംസ്കരിക്കണ്ട, അതിനാള് വേറെ വരാനുണ്ടേ. ആരാണി പറയുന്നത് നിങ്ങൾ ആ ജനാസയെ സംസ്കരിക്കണ്ട? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിളിയാളമാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പോകേണ്ട ഭാഗത്തുകൂടെ പോയി. തിരിച്ചു വന്നു നോക്കുമ്പോ ജനാസ അവിടെ കാണുന്നില്ല, പരിസരത്തെവിടെയും ഖബർ കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത്, ഏറ്റവും കൂടുതൽ നമ്മുടെ നാവ് പരീക്ഷണം അനുഭവിക്കുന്ന മേഖലകളാണ്. നന്നായി ശ്രദ്ധിച്ചിട്ടെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ പോയി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മുസ്ലിമിന് ഏറ്റവും ഉണ്ടാകേണ്ട ഒരു സ്വഭാവമുണ്ട്, അതാണ് അനുസരണം. അനുസരണം നമുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. ഏറ്റവും നന്നായി നമ്മൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും അനുസരിക്കണം. അനുസരിക്കാൻ പറഞ്ഞവരെ മുഴുവനും അനുസരിക്കണം. ബാപ്പാനെ അനുസരിക്കണം, ഉമ്മാനെ അനുസരിക്കണം, ഗുരുവര്യന്മാരെ അനുസരിക്കണം, സതീർത്ഥന്മാരെ അനുസരിക്കണം, പ്രായമുള്ളവരെ അനുസരിക്കണം. ഇങ്ങനെ തുടങ്ങി ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ടവരും പ്രായം കൊണ്ടും അല്ലാതെയും സ്വീകരിക്കപ്പെടേണ്ടവരുമായ എല്ലാവരോടും അനുസരണം വേണം. അനുസരണം സ്വർഗത്തിലേക്കുള്ള മുഖ്യമായൊരു വിഷയമാണ്. അനുസരണം വേണം. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്നും ഭാര്യ ഭർത്താവിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അനുസരണമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അനുസരണം. സ്നേഹമുണ്ടോ? അനുസരണമുണ്ട്. അനുസരണമില്ലേ? സ്നേഹം ഇല്ല. ഇതിന് പ്രധാനപ്പെട്ട മാർഗമാണ് ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. ആരെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കും. ഇതിന്റെ മാർഗമാണ്. ഏറ്റവും നന്നായി അനുസരിക്കണം അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ അനുസരണത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല, ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ശേഷം നിസ്കാരം ഖളാകാൻ പാടില്ല. മുസ്ലിം ഏറ്റവും കൂടുതൽ അനുസരിക്കേണ്ട ഒരു വിഷയം അതാണ്. ഖളാ ആയി പോയാലോ ഉള്ള കാലത്ത് എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് നിസ്കരിച്ചത് ഖളാ വീട്ടണം. അതും ഒരു അനുസരണം. ഒറ്റടിക്കൊന്നാകെ നിസ്കരിക്കാൻ കഴിയൂല, പല സാഹചര്യങ്ങളും എതിരാകും. എന്നാലും ഘട്ടം ഘട്ടമായിട്ട് നമ്മളത് വീട്ടി തീർക്കണം. അതൊരു അനുസരണം. കാരണം അല്ലാഹു തആല കാണും, സംഗതി ഖളായി പോയി, ശരിയാ, പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് അത് വീട്ടാനുള്ളൊരു മനസ്സ് വെച്ചിട്ട് വീട്ടിയല്ലോ, അത് വലിയൊരു കാര്യമാണ്. അനുസരണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗമാണ്. അനുസരണം അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് ഒരു നിലക്കും വിജയിക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെയൊക്കെ മാതാക്കളോട് ഖുർആന്റെ നിർദ്ദേശം,
അതേ നിർദ്ദേശം ലോകത്തുള്ള എല്ലാ മുസ്ലിം വനിതകൾക്കും അത് ബാധകമാണ്. എന്താണ് ആ നിർദ്ദേശം? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് നമ്മുടെ പെണ്ണുങ്ങളോട് ഉസ്താദെ അവരെ വാല് പറഞ്ഞാ പോരെ, അല്ലാതെ ആണുങ്ങളോട് പറയണം. വഖർന ഫീ ബുയൂതികുന്ന, വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, സദാസമയത്തും ഒരു റൂമിന്റെ ഉള്ളിൽ ഇരിക്കണം എന്നുള്ളതിന്റെ അർത്ഥം അത്യാവശ്യ ഘട്ടങ്ങൾക്ക് പുറത്തു പോകേണ്ടതുണ്ട്. അത് അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ മാത്രം, വെറുതെ പുറത്തു പോകുന്ന ഏർപ്പാട് പറ്റൂല. അങ്ങനെയല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കും, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ വരെ സ്വീകരിച്ചത്, അള്ളാഹുവിനെ അനുസരിച്ചത് നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട ബീവി സൗദ റളിയല്ലാഹു അൻഹാ, എത്ര വലിയ മഹദിയാണ് സൗദ ബീവി റളിയല്ലാഹു അൻഹാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി കല്യാണം കഴിച്ച മഹദിയാണ് ബീവി സൗദ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം പിന്നാദ്യമായി കല്യാണം കഴിക്കുന്നത് സൗദ ബീവി റളിയല്ലാഹു അൻഹയാണ്. വലിയ സൂക്ഷ്മതയുള്ള മഹദിയാണ്. അത്ര സൂക്ഷ്മതയുള്ള മഹദിമാരെ കാണാൻ കഴിയും നിങ്ങൾ. സൂക്ഷ്മതയുടെ പര്യായം ബീവി സൗദ റളിയല്ലാഹു അൻഹ. സൗദ ബീവിന്റെ സഹോദരനാണ് സംഅത്ത്. ഈ സംഅത്തിന്റെ ബാപ്പ, സൗദ ബീവിന്റെ ബാപ്പാന്റെ പേര് അബ്ദു എന്നാണ്. ആ ബാപ്പാക്ക് ഒരു അടിമ ഉണ്ടായിരുന്നു. ആ അടിമ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഉത്ബത്ത് ബിൻ അബി വഖാസുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അടിമകളാണല്ലോ. ഉത്ബ മരണപ്പെടുന്നതിന്റെ മുമ്പ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞിരുന്നു, ആ അടിമ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന കുട്ടി എന്റെ കുട്ടിയാണ്, ഞാനാണ് അടിമ പെണ്ണുമായി ബന്ധപ്പെട്ടത്, അതുകൊണ്ട് കുട്ടി ഉണ്ടായാലും നീ സ്വീകരിച്ചോളണം എന്ന് നേരത്തെ സഅദ് റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ട് സഹോദരൻ മരണപ്പെട്ടുപോയി. ബാപ്പാന്റെ കീഴിലുള്ള അടിമയാണല്ലോ. മക്കത്ത് വന്ന സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഈ അടിമ സ്ത്രീക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തർക്കായി. സൗദ ബീവിന്റെ സഹോദരനും സഅദ് റളിയല്ലാഹുവിനും തമ്മിൽ തർക്കായി. സഅദ് റളിയല്ലാഹു പറഞ്ഞു, ഇതെന്റെ സഹോദരൻ ഉത്ബയുടെ മകനാണ്, സഹോദരൻ നേരത്തെ എന്നോട് അറിയിച്ചിട്ടുണ്ട്, സഹോദരൻ മരണപ്പെട്ടു പോയതാണ്, ഈ കുട്ടി ഉണ്ടായാലും കുട്ടി എന്റേതാണ്, നീ വാങ്ങിക്കോണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് സൗദ ബീവിന്റെ സഹോദരൻ പറഞ്ഞു, ആങ്ങള പറഞ്ഞു, ഇതിന്റെ ബാപ്പാന്റെ അടിമ സ്ത്രീയിൽ ഉണ്ടായ കുട്ടിയാണ്, ആ കുട്ടിയുടെ അധികാരം എനിക്കാണ്, അതുകൊണ്ട് തരൂല. തർക്കം ഊർജിച്ചു. അവസാനം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോർട്ടിലെത്തി. കെട്ടുകഥ പറയല്ല, സ്വഹീഹുൽ ബുഖാരിയുള്ള സംഭവമാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവസാനത്തെ വിധി. എന്താ വിധി പറഞ്ഞത്? അൽ വലദു ലിൽ ഫിറാഷ്. ഈ കുട്ടി ആരുടേതാണോ അടിമ, ആ അടിമയുടെ കീഴിലാണ് ഈ അടിമയിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ചേർക്കപ്പെടുക. ഈ പെണ്ണിന് ഉണ്ടായ കുട്ടിയൊക്കെ സയ്യിദിൻ്റെതാണ്. അങ്ങനെയാണ് മൊത്തത്തിൽ വിധി. കാരണം സയ്യിദിന്റെ വിരിപ്പിൽ സയ്യിദിന്റെ കീഴിൽ ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. പുറത്താരുമായി ബന്ധപ്പെട്ടോ ഇല്ല എന്നുള്ള നോട്ടം ഇവിടെ ഇല്ല. അടിമകൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു പണിയാണ്. കാശ് കിട്ടിയാലും ഇടങ്ങേറുണ്ടായാലും പുറത്താരെങ്കിലുമായി ബന്ധപ്പെട്ട് കാശ് എന്തെങ്കിലും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടി സയ്യിദിന്റെ കുട്ടിയായിട്ട് വിധിക്കപ്പെടും. വലിൽ ആഹിരി അൽ ഹജറു, വേശ്യാവൃത്തി നടത്തിയ ആൾക്ക് കല്ലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ജീവിച്ചിരിക്കണ്ടെങ്കിൽ കല്ലുകൊണ്ട് എറിയണം എന്നർത്ഥം. ജീവിച്ചിരിക്കുന്നതാണ് വേറെപ്പെട്ടു പോയല്ലോ. എന്നിട്ട് ഈ കുട്ടിയെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകുപ്പിൽ ഇപ്പൊ ഈ കുട്ടി ആരാ? സൗദ ബീവിന്റെ സഹോദരനായിട്ട് വരും, ഈ അടിമ സ്ത്രീയുടെ കുട്ടി. കാരണം ബാപ്പാന്റെ കുട്ടിയായിട്ടാണ് വിധി എഴുതിയത്. പക്ഷേ കുട്ടിന്റെ മുഖത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോ മുഖച്ഛായം കണ്ടപ്പോ നബി തങ്ങൾക്ക് മനസ്സിലായി ഉത്ബയുടെ ചെറിയ മുഖസാദൃശ്യതയുണ്ട് കുട്ടിക്ക്. സൗദ ബീവിനോട് പറഞ്ഞു, സൗദ ഇഹ്തജിബീ മിൻ, ഈ കുട്ടിയെ നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല, ഒരിക്കലും ഈ കുട്ടിയെ കാണാൻ പാടില്ല. തത്വത്തിൽ നിങ്ങൾ നോക്ക്, തത്വത്തിൽ നിയമത്തിൽ എതിരില്ല. കാരണം വിധി വന്നത് സൗദ ബീവിന്റെ വാപ്പാന്റെ കുട്ടിയായിട്ടാണ്, അപ്പൊ സഹോദരനാകണം. പക്ഷേ മുഖസാദൃശ്യത കണ്ടപ്പോ ഇത് ഉത്ബയുടെ മകനാകാൻ സാധ്യതയുണ്ട്. ഉത്ബന്ന് ജീവിച്ചിരിക്കുന്നില്ല, മരണപ്പെട്ടു. അതുകൊണ്ട് സൗദ ഈ കുട്ടിയെ ഒരു നിലക്കും കണ്ടുപോകരുത്. സൗദ ബീവി വീട്ടു പോകുമ്പോ കാണൂല. സ്വഹീഹുൽ ബുഖാരി നോക്ക് നിങ്ങൾ, സൗദ ബീവിന്റെ സൂക്ഷ്മത അതാണ്. സഹോദരന്മാരെ, സത്യത്തിൽ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൂക്ഷ്മതയാണ്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, വത്വരീഖത്തുൻ അഖ്ദും ബിഅഹ്വത കൽവറഅ വഅസീമത്തിൻ കരിയാലത്തിൻ മുതബത്തിലാ. ത്വരീഖത്ത് എന്ന് വെച്ചാൽ അഖ്ദും ബിഅഹ്വത,
ഏറ്റവും സൂക്ഷ്മമായ വഴി സ്വീകരിക്കലാണ്. ഏതുപോലെ കൽവറഇ വറഉ പോലെ നിയമം ഒരു ഭാഗത്ത് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ സൂക്ഷ്മത അതിന് എതിരാണ്. സൂക്ഷ്മത എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കലാണ്. ഫമാ റആഹാ സൗദാ ബീവി റളിയല്ലാഹു അൻഹാ പിന്നെ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ഹത്താ ലഖീതില്ലാ മരണപ്പെടുന്നത് വരെ ഒരു ദിവസം പോലും ഒരു സമയം പോലും ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ഇത്ര സൂക്ഷ്മതയുള്ള മഹതിയാണ് ബീവി സൗദ റളിയല്ലാഹു അൻഹാ. ആ സൗദാ ബീവിനോട് സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകളുടെ ചോദ്യം, ഓ സൗദാ ബീവി, അള്ളാനെ സൗദാ ബീവി അനുസരിച്ചത് നോക്ക് നിങ്ങള്. സൗദാ ബീവി റളിയല്ലാഹു അൻഹ നാളെ സ്വർഗത്തിൽ എന്റെ ഭാര്യയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സൗദാ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനെ അനുസരിച്ചത് നോക്ക്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാരോടും ഞാൻ പറയട്ടെ, പരിസര വീടുകളൊക്കെ ഉള്ളവരോടും നിങ്ങളും ഈ സംഭവം പുറത്തുപോയി പറഞ്ഞു കൊടുക്കണം. ഓ സഹോദരന്മാരെ, ഈ നെറ്റിലൂടെ ശബ്ദം കേൾക്കുന്നവരും ഉണ്ടാകുമല്ലോ. നിങ്ങൾ നോക്ക്, അതാ സ്ത്രീകളുടെ അയിഞ്ഞാട്ടം അധികരിച്ചാൽ വലിയ ഫിത്നയാണ് ലോകത്ത്. മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം, അള്ളാഹിന്റെ നിയമങ്ങൾ അംഗീകരിക്കണം. ചില ഭാഗങ്ങളിൽ പോയാൽ ചില സഹോദരിമാരിൽ നിന്ന് ഒരു പക്ഷേ സംശയം വരും, എഴുത്ത് വരും. എന്താ എഴുത്ത് എന്നറിയോ? റബ്ബിന്റെ നിയമം അംഗീകരിക്കാൻ മടിയാണ്, അള്ളാഹു പഠിപ്പിച്ചത് അംഗീകരിക്കാൻ മടിയുള്ളത് കൊണ്ട് ചിലർ ചോദിക്കും, ഭർത്താവ് മരണപ്പെട്ടു, 4 മാസവും 10 ദിവസവും ഒക്കെ ഇരിക്കേണ്ടതുണ്ടോ? ഒരു 40 ദിവസം ഇരുന്നിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, 4 അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും ഇരിക്കണം, ഇരിക്കണം. തർക്കല്ലല്ലോ. ആ എണ്ണത്തിൽ എല്ലാവർക്കും തിരിയിലെ 4 അശ്ഹുർ എന്ന് പറഞ്ഞാൽ 4 മാസമാണ്, പിന്നെ അശ്റ എന്ന് പറഞ്ഞാൽ 10 ദിവസമാണ്. പിന്നെ ഇതാരാ മാറ്റുന്നത്? നിങ്ങൾ നോക്ക്. അനുസരണക്കേടല്ലേ? ഏറ്റവും വലിയ അനുസരണക്കേടല്ലേ? അല്ലാഹു തആല ഇത്രയും കറക്റ്റായി കണക്ക് പറഞ്ഞത് പിന്നീട് സംശയിക്കാണ്ടോ? എത്ര നമ്മളെ എവിടെ അനുസരണം ഉള്ളത്? നിങ്ങൾ നോക്കി, എവിടെ അനുസരണം ഉള്ളത്? സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ അനുസരണം നോക്ക് നിങ്ങൾ. സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഓ സൗദാ ബീവി, ലിമ തഹജ്ജീന കുല്ല ആം, എല്ലാ വർഷവും എന്താ ഹജ്ജിന് പോകാത്തത്? വലിമ തഅ്തമിരീന കുല്ല ആം, എല്ലാ വർഷവും എന്താ ഉംറക്ക് പോകാത്തത്? ഇതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. ഇസ്ലാമിൽ 2 കൊല്ലം ഒരു പെണ്ണ് അടിയിച്ച് ഹജ്ജിന് പോയി, കുഴപ്പമൊന്നുമില്ല. നിബന്ധനകളൊക്കെ പാലിച്ചിട്ടാണെങ്കിൽ ഉംറക്ക് പോയി 10 വട്ടം കുഴപ്പമില്ല. നിബന്ധനകളൊക്കെ പാലിച്ചിട്ടാണെങ്കിൽ നല്ല കർമ്മമാണ്. ഒന്നേ ചെയ്യാവൂന്നുണ്ടോ? ഇല്ല. 1 ഫർള്, ബാക്കിയൊക്കെ സുന്നത്തായി കിട്ടും. പക്ഷേ സൗദാ ബീവിനോട് ചോദ്യം, നിങ്ങളെ സഹോദരിമാരായ ഭാര്യമാരില്ലേ? ആരാണത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, മറ്റു മഹദിമാരൊക്കെ വർഷാവർഷം ഹജ്ജിന് പോകും പോലെ, ഉംറക്ക് പോകും പോലെ നിങ്ങളെന്തുകൊണ്ട് പോകുന്നില്ല? അവര് പോകുന്നത് തെറ്റല്ല. സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഞാൻ എന്റെ ഫർളായ ഹജ്ജ് നിർവഹിച്ചു, എന്റെ ഫർളായ ഉംറയും നിർവഹിച്ചു. പക്ഷേ ഹജ്ജും ഉംറയും നിർവഹിച്ചതിന് ശേഷം എനിക്ക് എന്താ ചെയ്യാനുള്ളത്? വഅമറനില്ലാഹു അൻ അഖിറ ഫീ ബൈതി, അത്യാവശ്യത്തിന് പുറം വിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വർഷാവർഷം ഞാൻ ഉംറക്കില്ല, വർഷാവർഷം ഞാൻ ഹജ്ജിനില്ല. എന്റെ ഫർളായ ഹജ്ജും ഉംറയും ഞാൻ നിർവഹിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അവസാനത്തെ കൊല്ലമാണത്. ഹജ്ജത്തുൽ വദായിൽ ഞാൻ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങോട്ടുമില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ എന്നോട് കൽപ്പിച്ചത് അള്ളാഹുവാണ്. എവിടെ റബ്ബ് കൽപ്പിച്ചത്? വഖർന ഫീ ബുയൂതികുന്ന, അത്യന്താപേക്ഷിത ഘട്ടങ്ങളിലല്ലാതെ സഹോദരിമാരെ നിങ്ങൾ അടങ്ങി ഒതുങ്ങി താമസിക്കണം കേട്ടോ. പല പേരും പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. പുരുഷന്മാരെ, നാട്ടിൽ കല്യാണം നടക്കുമ്പോ നമ്മൾ പങ്കെടുക്കേണ്ട കല്യാണത്തിന് നമുക്ക് മടിയായിട്ട് പെണ്ണുങ്ങളെ പറഞ്ഞേക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. PTA മീറ്റിംഗ് നടക്കുമ്പോ നമ്മളാ പോകേണ്ടത്. നമുക്ക് പോകാൻ കഴിയാത്ത ഘട്ടങ്ങളിൽ മാത്രമേ പരിപൂർണ നിബന്ധനകളൊക്കെ പാലിച്ച് സഹോദരിമാരെ വിടാവൂ. അല്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവും. അത് ഈ പോയാലും മതി, അത് ഈ പോയാലും മതി, ഞാൻ തന്നെ പോയിക്കോളുന്നു, ഞാൻ ഇവിടെ ഒന്ന് വിശ്രമിക്കട്ടെ.
അവരെല്ലാത്തിനും അവരൊന്തിയാക്കുന്ന സ്വഭാവം അത് വേണ്ട. അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് പോകണം. ചികിത്സ, രോഗസന്ദർശനം, കുടുംബ സന്ദർശനം, സിയാറത്ത്, നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള സിയാറത്ത്, ഇൽമു സ്വീകരിക്കൽ, ഹജ്ജിന് പോകൽ, ഉംറക്ക് പോകൽ, ഡോക്ടറെ കാണിക്കാൻ പോകൽ, കോടതിയിൽ കയറേണ്ടി വന്നാൽ സാക്ഷിക്ക് പോകൽ, ഇങ്ങനെ തുടങ്ങി പറ്റങ്ങോട്ട് റൂമിലിട്ട് പൂട്ടണമെന്നല്ല ഇസ്ലാം പറഞ്ഞിട്ട് അർത്ഥം. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. അങ്ങനല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൽമു സ്വീകരിക്കാൻ പെണ്ണിന് വെക്കൂടെ? വേറെ ആരുമില്ല വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരു പെണ്ണിന് വെക്കൂടെ? പോകാം. നല്ല നിലക്ക് ജോലി എടുക്കാൻ കഴിയുന്നൊരു അവസ്ഥയുണ്ട്, ഒരു കുഴപ്പമില്ലാതെ പെണ്ണിന് വെക്കൂടെ? പോകാം. ഒരു വീട്ടിൽ പോയി നിന്ന് ആ പെണ്ണ് ആ വീട്ടിൽ സേവനം ചെയ്യാം. വൈകുന്നേരം സമയമാകുമ്പോൾ ആ പെണ്ണിന് 250-300 രൂപ കിട്ടും, വീട്ടിലേക്ക് വരും. എന്താ കുഴപ്പമൊന്നുമില്ല. ആ വീട്ടിലെ പുരുഷന്മാർക്ക് ഒരു കാണാൻ പറ്റൂല, അവർക്ക് ആവശ്യങ്ങൾ പറഞ്ഞ പോലെ കാണണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ വീട്, ആ വീട്ടിലെ പെണ്ണ് പോയി ജോലി ചെയ്യുന്നു. ഈ വീട്ടിലെ പെണ്ണ് ഒറ്റ കാണാൻ ആരുമില്ല. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകും. ഇവിടെ വന്ന് ഈ വലിയ വീട് വന്ന് തുടച്ച് വൃത്തിയാക്കി അലക്കി ആ പെണ്ണ് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകും. ഇതൊക്കെ ആരുമില്ല. ചില ആൾക്കാരൊക്കെ 2ാം നമ്പർ 4ാം നമ്പറായി കാണും. ഒരു 4ാം നമ്പറും ഇല്ല. നല്ല മട്ടത്തിലാണ്, കുഴപ്പമില്ല. സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതൊരു ജോലിയാണ്. എന്താ കുഴപ്പമുള്ളത്? നല്ല നിലക്കളിൽ പോകാം. പക്ഷേ കുത്തഴിഞ്ഞിട്ടുള്ള പോക്ക് അത് പാടില്ല. എവിടെയെങ്കിലും പരസ്യം കാണും. ആ പരസ്യം കാണും അതിന് പിന്നാലെ എന്ത് പരസ്യം? നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുത മഹാമഹം എന്ന് പരസ്യം കാണു. ഒരു പറമ്പ് മുഴുവനും വാടക എടുത്തിട്ട് അവിടെ കുറെ കൊട്ടക്കോരുകളും മറ്റും കൊണ്ടുവന്ന് നിറച്ചിട്ട് കുറെ കറങ്ങണ കൊട്ട, കുറെ ഇരിക്കുന്ന കട്ട, കുറെ മരിക്കണ കിണർ, കുറെ മരിക്കാത്ത കിണർ, ഇങ്ങനൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറഞ്ഞുകൊണ്ട് സ്വീപ്പാക്കിയിട്ട് അങ്ങോട്ട് ആണും പെണ്ണും സകല ഗുലാബിയായി ഒഴുകുക. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ കൽപ്പനക്കെതിരായി പോകും. സൗദാ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞത് മാത്രല്ല, പറയാൻ പലർക്കും കഴിയും. പക്ഷേ ഫവല്ലാഹി വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം. മാ അഖ്റജത് ജനാസതഹാ മാ അഖ്റജത് മിൻ ബൈതിഹാ, വീട്ടിൽ നിന്ന് നിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. മഹദിയുടെ ജനാസയല്ലാതെ പുറത്ത് വന്നിട്ടില്ല. എന്തൊരു അനുസരണം നിങ്ങൾ നോക്ക്. അതുകൊണ്ടാണ് നിസ്കരിക്കണമെന്ന് അല്ലാഹു സ്ത്രീകളോട് പറയുന്നുണ്ട്. വാഖിംന സ്വലാ, നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം, സകാത്ത് കൊടുക്കണം. അത് രണ്ടും പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറയുന്നത് എന്താ? വഅതിഉനല്ലാഹ വറസൂലഹു. നിസ്കാരം സകാത്തും നോമ്പും മാത്രായ പോരാ, അല്ലാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾക്ക് വിധേയപ്പെടണം, അനുസരണം വേണം. റബ്ബിനെ നന്നായി അനുസരിക്കുന്ന ആളാണോ, ലോകത്ത് അവനെ അനുസരിക്കാത്ത ഒരു കുട്ടിയും ഉണ്ടാകൂല, അല്ല കൊടുക്കാത്ത ഒരു സ്ഥാനവും ഉണ്ടാകൂല. നിങ്ങൾ നോക്ക്, നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പേരിൽ ഖുതുബിയത്ത് നടക്കുന്നു. ആ ഖുതുബിയത്തിൽ നോക്ക് നിങ്ങൾ, ജീലാനി തങ്ങളെ പറ്റി പറഞ്ഞില്ലേ? തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എന്താ ജീലാനി തങ്ങൾക്ക് ഏറ്റവും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം? ഇത് കുന്താലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാക മിൻ ഖുദ്റത്തിൻ മശീത മിൻ മുസ്തതാ. പടച്ച റബ്ബിനെ അനുസരിക്കുന്ന അടിമയായപ്പോ, ഇത് കുന്താ ഷെയ്ഖ് ജീലാനി തങ്ങളെ നിങ്ങളായപ്പോൾ, ലിൽ ഖാദിരിൽ മുഖ്താരി, സ്വയഷ്ടം ചെയ്യാൻ കഴിവും അധികാരവും പ്രാപ്തിയുമുള്ള യജമാനനായ റബ്ബിന് അബ്ദൻ അതാ, അനുസരിക്കുന്ന അടിമയായപ്പോ ഒരൊറ്റ സെക്കൻഡിലും അനുസരണക്കേടില്ല. 90 കൊല്ലത്തെ ജീവിതം മുഴുക്കയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള ജീവിതം. അപ്പൊ അള്ളാഹു തആല എന്ത് തന്നു? നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായപ്പോ നിങ്ങൾക്ക് എന്തെല്ലാം സാധ്യമായ കഴിവ് വേണോ ഒക്കെ അള്ളാഹു തആല തന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞിടത്താണ് ജിന്നുകള്, നിങ്ങൾ പറഞ്ഞിടത്താണ് മനുഷ്യന്മാര്, നിങ്ങൾ പറഞ്ഞിടത്താണ് പാമ്പുകള്, നിങ്ങൾ പറഞ്ഞിടത്താണ് എല്ലാ ജീവികളും നിങ്ങൾക്ക് വഴിപ്പെട്ടുപോയി. അപ്പൊ അള്ളാഹുവിനെ അനുസരിച്ചാൽ അള്ളാഹുവിന്റെ ബാക്കി സൃഷ്ടികളൊക്കെ മുഅ്മിനായ മനുഷ്യനെ അനുസരിക്കും. ഒരു ജിന്നും ഒരു ഇൻസും ഇല്ലാതെ അനുസരിക്കും. എല്ലാ ശൈത്താനും വഴിപ്പെടും, എല്ലാ ആളുകളും കീഴിൽ വരും. പക്ഷേ അബ്ദുൻ മുത്തീഅ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമയാകണം. എപ്പോഴാണെന്നറിയോ? അനുസരണവും അനുസരണക്കേടും വെളിവാകല് 2 ഘട്ടങ്ങളിലാണ്. പരത്തി പറയണം, ഞാൻ ചുരുക്കി പറയട്ടെ. 2 ഘട്ടങ്ങളിലാണ് പ്രധാനമായും. റബ്ബിനെ അനുസരിക്കുന്ന ആളാണോ നിരാകരിക്കുന്ന ആളാണോ എന്ന് തിരിയല്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ? വഅബ്ദുൽ ഹവ
യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹ്വത്തിൻ ഔ ഇൻദ സദ്മി ബലിയതിഹി. അല്ലാഹുവിനെ അനുസരിക്കുന്ന അടിമയും സ്വയം ഇച്ഛക്ക് വഴിപ്പെടുന്ന അടിമയും വേർതിരിയുന്ന രണ്ട് ഘട്ടങ്ങളുടെ ഒന്ന് ലദാ ശഹ്വത്തിൻ, വികാര വിചാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വേണം. എല്ലാ സൗകര്യങ്ങളുടെയും ദോഷങ്ങൾ വെളിവായ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഒരു ചെറിയ ബട്ടണമർത്തിയാൽ ഏതു ദോഷത്തിനും ആളെ കിട്ടുന്ന കാലത്താ മുഅ്മിനീങ്ങളെ. ഒരു ചെറിയ മെസ്സേജ് അയച്ചാൽ ഏതു തോന്നിവാസങ്ങൾക്കും സൗകര്യങ്ങൾ കിട്ടുന്ന കാലമാണ്. ഒരു ചെറിയ മെസ്സേജ് വിട്ടാൽ മതി, എന്തും ഇച്ഛിക്കുന്നത് കിട്ടും, കിട്ടാത്തതൊന്നും ഇല്ല. അത്രത്തോളം മാസിയത്ത് ലാഹിറായി വന്നിട്ടുണ്ട്. മാസിയത്ത് ഇതുവരെ മറവിലായിരുന്നു. ജില്ലാടിസ്ഥാനത്തിലോ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലോ മാത്രം ഒതുങ്ങിയിരുന്നു. ഇന്ന് സ്റ്റേറ്റ് വിട്ട്, ജില്ല വിട്ട്, പഞ്ചായത്ത് വിട്ട് ഗ്രാമാന്തരങ്ങളിലേക്ക് പകർന്നുപോയി. പഴയകാലത്ത് തസ്കരന്മാര് കുറവായിരുന്നില്ലേ? വ്യഭിചാരികൾ കുറവായിരുന്നില്ലേ? മദ്യപാനികൾ കുറവായിരുന്നില്ലേ? ഇന്ന് കുഗ്രാമങ്ങൾ ഓരോന്നും എണ്ണി നോക്കുമ്പോ എത്രമാത്രം എണ്ണാനുണ്ട്. അത്രമാത്രം കുറ്റകൃത്യങ്ങൾ പുറത്തേക്ക് വന്ന് അതിന്റെ എല്ലാ പുറങ്ങളും വെളിവായ സന്ദർഭത്തിലാണ് റബ്ബിനെ സ്വീകരിക്കുന്ന അടിമയാണോ അവന്റെ സ്വബർ പറയണ്ട. വല്ലാത്ത സ്വബറാണ്. റബ്ബിനെ സ്വീകരിക്കുന്ന അടിമയാണെങ്കിൽ അവിടെ അവന് സ്വബറുണ്ടാകും. ഒരു നിലക്കും അവനതിൽ പെട്ടുപോകൂല, നോക്കിപ്പോകൂല, കുറച്ചു നേരം ഒന്ന് നോക്കട്ടെ എന്ന് തുനിയൂല. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം രാവിലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ ബഹുമാനത്തോടെ ഇന്ന് നേരം വെളുത്തിരിക്കുന്നു. ഇന്നത്തെ പകൽ ഉദയം ചെയ്തത് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് വലിയ ബഹുമാനത്തോടു കൂടെയാണ്. എന്താ സംഗതി എന്ന് അറിയും നിങ്ങൾ? ഇന്നലെ വൈകുന്നേരം ഒരു വിനോദം നടക്കുന്ന കേന്ദ്രത്തിലൂടെ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു മിനിറ്റ് ഒന്ന് നോക്കിയില്ല. മഹാനവറുകൾ പെട്ടെന്ന് അങ്ങോട്ട് നടന്നു നീങ്ങി. അവിടെ എത്തിയപ്പോ നടത്തത്തിന് സ്പീഡ് കൂട്ടിപ്പോയി. ശബ്ദം കേൾക്കുന്നുണ്ട്, ആളുകളുണ്ട്, ഒക്കെ അറിയാം. തിരിഞ്ഞു നോക്കിയില്ല. ഒരു മിനിറ്റ് അവിടെ നിന്നില്ല. എന്താണെന്ന് നോക്കട്ടെ എന്ന് നിലച്ചില്ല. ഒരു സമയം പോലും കാത്തിരിക്കാതെ മുന്നോട്ട് നീങ്ങിയപ്പോ പിറ്റേന്ന് രാവിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സർട്ടിഫിക്കറ്റ്, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനമുള്ള ആളായി, വലിയ കറാമത്തുള്ള ആളായിട്ട് ഇന്ന് നേരം വെളുത്തിട്ടുണ്ട്. എന്തേ കാരണം? ഇന്നലെ ഒരു വിനോദം കണ്ടിട്ട് ഒരു മിനിറ്റ് അവിടെ നിൽക്കാതെ റബ്ബ് എന്നെ നോക്കുന്നുണ്ടല്ലോ എന്ന നോട്ടത്തില് പെട്ടെന്നങ്ങ് നടന്നു നീങ്ങി. കഴിയുമോ സഹോദരങ്ങളെ? സ്വബറിന് കഴിയുമോ? ഏറ്റവും വലിയ അടിമ, റബ്ബിനെ അനുസരിക്കുന്ന അടിമ, വികാര വിചാരങ്ങൾ പൊട്ടിമുളക്കുന്ന സമയത്ത് നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. ഇച്ഛിക്കുന്നത് കിട്ടുന്ന കാലമാണ്, മുന്നിൽ വരുന്ന കാലമാണ്, ഒരാളും അറിയാതെ നടക്കാൻ കഴിവുള്ള കാലമാണ്. പക്ഷേ റബ്ബിനെ പേടിയും അനുസരണവുമുള്ള ആളാണോ? വേണ്ടേ വേണ്ട, ഞാൻ ആ വഴിക്ക് ഇല്ല. അവരങ്ങനെ പറഞ്ഞു മാറും. എത്ര സൗകര്യങ്ങൾ കിട്ടിയാലും സംവിധാനങ്ങൾ കിട്ടിയാലും ഒരു നിലക്കും അതിൽ പെട്ടുപോകൂല. രണ്ടാമത്തത് ഏതാണെന്നറിയോ? പരീക്ഷണങ്ങൾ വരുന്ന ഘട്ടത്തിൽ സ്വന്തം തടിയിലും ഭാര്യന്റെ തടിയിലും മക്കളെ തടിയിലും കുടുംബത്തിലും സാമ്പത്തിക രംഗത്തും പരീക്ഷണങ്ങൾ വരും. അള്ളാഹുവാണത് തരുന്നവൻ എന്ന വിശ്വാസത്തോടെ മുറുകെ പിടിക്കണം. ഒരു നിലക്കും റബ്ബിനെ തൊട്ടൊരു ചിന്തയും കേടാകാൻ പാടില്ല. ആക്സിഡന്റ് പറ്റിപ്പോയി, കാല് മുറിഞ്ഞുപോയി, കൈ മുറിഞ്ഞുപോയി, രോഗം വന്നുപോയി,
വിഷമങ്ങൾ വന്നുപോയി, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അസ്ബാബുകളുമായി ബന്ധപ്പെടണം, ഖുത്ബിയത്തിന്റെ സദസ്സിൽ സംബന്ധിക്കണം, മഹാരഥന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ഇതൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരരുത്, എന്തേ റബ്ബനോട് ഇങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. അത് റബ്ബിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യലാണ്, അനുസരണക്കേടാണ്. കേട്ടിട്ടില്ലേ, മദീനയിലെ 7 പണ്ഡിതന്മാരിൽ 7 ഫുഖഹായിൽ അറിയപ്പെട്ട ഫഖീഹാണല്ലോ ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. മദീനയിലെ 7 കർമ്മശാസ്ത്ര പടുക്കളിൽ അറിയപ്പെട്ട മഹാനാണ് ഉർവ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഡമസ്കസിലേക്ക് പോവുകയാണ് രാജാവിനോട് സംഭാഷണം നടത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക്, ഡമസ്കസിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് കാലിൽ ഒരു ചെറിയ പ്രാണി കടിച്ചു. പ്രാണി കടിച്ചിട്ട് അതിങ്ങനെ വീങ്ങി 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 വലുതായി വന്നു. നിറം പല ഭാഗത്തും മാറുന്നുണ്ട്. രാജാവിന്റെ അടുത്തെത്തിയപ്പോൾ കാല് അനക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട്. രാജാവ് വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് പരിശോധിച്ചു. ഡോക്ടർമാര് പറഞ്ഞു, ഇപ്പൊ എവിടെയാണോ നീര് കെട്ടി നിൽക്കുന്നത്, നിറം മാറി നിൽക്കുന്നത്, അവിടെ വെച്ചങ്ങ് മുറിക്കണം, അല്ലെങ്കിൽ അത് മുട്ടുംകാലിലേക്ക് പകരും, ഊരക്കെട്ടിലേക്ക് വരും, പിന്നെ ശരീരത്തിന്റെ നെഞ്ചുഭാഗത്തേക്ക് വരും, പെട്ടെന്ന് തലച്ചോറിലേക്ക് പകരും, പിന്നെ 1 മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയൂല. നല്ല വിഷാംശമുള്ള ഒരു ജീവിയാണ് കടിച്ചിരിക്കുന്നത്. ഡോക്ടർമാര് പരിശോധിച്ചപ്പോ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാല് മുറിക്കണമെങ്കിൽ മുറിക്കാം, എനിക്കതിൽ ഒരു വിഷമവും തോന്നുന്നില്ല. ഉർവ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറയുന്നു, മഹാനവർകളെ മുഖത്ത് നോക്കിയിട്ട് അവർക്ക് മുറിക്കാൻ തോന്നുന്നില്ല. എന്തൊരു സൗരഭ്യമുള്ള മുഖം, ഇൽമിന്റെ ഒരു വലിയ ബഹ്റാൻ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മദീനയിൽ ഇത്രത്തോളം ഇൽമുള്ള ഒരു മഹാനെ ഞാൻ കണ്ടിട്ടില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, മഹാനവർകൾ സ്വഹാബിയല്ല, താബിയ, എന്റെ കാലഘട്ടത്തിൽ ഇത്ര അറിവുള്ള ഉർവ റളിയല്ലാഹുവിന്റെ പോലെ ഇൽമുള്ള ഒരു ആലിമിനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും വലിയ ഇൽമുള്ള മഹാനാണ്. പക്ഷെ നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ വിധിക്ക് അവരനുസരിക്കുന്നത്, അവർ കീഴ്പ്പെടുന്നു നോക്ക് നിങ്ങൾ. ഡോക്ടർമാര് വന്നു, കാല് മുറിക്കല്ലേ എന്ന് വെച്ച് മുറിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പച്ചയായിട്ടാ മുറിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ പച്ചയായിട്ട് മുറിച്ചാൽ എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഇങ്ങനെ മുറിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുറുക്ക് വെള്ളം തരട്ടെ, നമ്മളൊന്ന് മാക്കി കിടത്താൻ. ശുദ്ധ സാക്ഷാൽ നജസാണ് പറയുന്നത്, മദ്യം. ഒരു മുറുക്ക് തരട്ടെ എന്ന് വെച്ചു. ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും മയക്കുന്നത് കുടിപ്പിച്ചിട്ട് എന്നെ മയക്കാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ? ഞാൻ മയങ്ങിപ്പോകൂല, കാരണം ഞാൻ അതിലൊന്നും മയങ്ങുന്ന ആളല്ല. ഞാൻ അത്തരത്തിലുള്ള ഭൗതിക താല്പര്യങ്ങളിൽ എന്റെ ഇച്ഛയും എന്റെ ശരീരവും എന്റെ കാമവും എന്റെ പ്രേമവും കൊടുക്കുന്ന ആളല്ല. എന്നെ നിങ്ങൾക്ക് അങ്ങനെ മുറിക്കാൻ പ്രയാസമുണ്ടോ? നിങ്ങൾ കത്തിരി എടുത്തിട്ട് റെഡിയായി നിന്നോ. ഞാൻ നിസ്കാരത്തിലേക്ക് നിന്നാൽ എന്തെങ്കിലും തരാതെ മുറിക്കാൻ പറ്റൂല എന്നാണെങ്കിൽ നിസ്കാരത്തിലേക്ക് ഞാനങ്ങ് നിന്ന് എന്റെ യജമാനനോട് സംഭാഷണം തുടങ്ങി. അവനുമായുള്ള സംഭാഷണത്തിൽ എന്റെ ശരീരത്തിന്റെ രോമങ്ങളൊക്കെ എടുത്തു പിടിച്ച് എന്റെ കവളൊക്കെ തുടിച്ചു നിന്ന് എന്റെ കണ്ണുകളൊക്കെ ഈറനണിഞ്ഞ് നല്ല സന്തോഷത്തിന്റെ ഘട്ടത്തിൽ നിങ്ങൾ എന്റെ കാലു മുറിച്ചോ, ഞാനത് അറിയില്ല. ഉർവ റളിയല്ലാഹു അൻഹു നിന്നിട്ടാ നിസ്കരിക്കുന്നത്. കാലൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ചു വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അവര് നിസ്കാരത്തിന്റെ ഇടയിൽ കാല് മുറിച്ചുപോയി. മുട്ടിൻ ഭാഗത്തുനിന്ന് തായ് ഭാഗത്തുനിന്ന് മുറിച്ചുപോയി. അവിടെ കാണാം ഹദീസില്, ഒരു സമയം പോലും ഒന്ന് പടച്ചു കളിച്ചില്ല, ശബ്ദിച്ചില്ല, എന്നൊരു വലി പോലും വലിച്ചില്ല. ഇത് കണ്ടിട്ട് അത്ഭുത സ്തബ്ധരായ ഡോക്ടർമാര് പറഞ്ഞു, അല്ല, നിങ്ങളെ കാര്യം അത്ഭുതമാണല്ലോ. ഞങ്ങൾ എത്രയോ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ എത്രയോ ആളുകൾ വന്നിട്ട് കൈയും കാലും ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നില്ലെന്നു മാത്രമല്ല, നിങ്ങളൊന്ന് അനങ്ങുക പോലും ചെയ്തില്ലല്ലോ.
അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിൽ കുളിര് വന്നുപോയി, കൺകുളിർമ വന്നുപോയി, കൽബിന് ആനന്ദം വന്നുപോയി. കാല് മുറിച്ചു മാറ്റിയതിനെ പറ്റി ചോദിക്കാൻ വരുന്ന ആളോട് ഉർവ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത് എന്നറിയോ? പരീക്ഷണമല്ലേ അല്ലാഹു തആല കൊടുക്കുന്നത്, അവിടെയാ നമ്മുടെ വിഷയം. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. കാനലി അർബഅതു അത്റാഫ്, എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന 4 ഭാഗങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇത്രയും കാലം അത് നിലനിർത്തി തന്നത് അല്ലാഹുവാണല്ലോ. തന്നതും വികസിപ്പിച്ചതും കൊണ്ട് നടത്തിയതും അല്ലാഹുവാണ്. ഒന്നല്ലേ അവൻ എടുത്തിട്ടുള്ളൂ, ബാക്കി 3 ഇപ്പോഴും ഉണ്ടല്ലോ. പരീക്ഷണ ഘട്ടത്തിലും തളരാത്ത മനസ്സ്, റബ്ബിനെ സ്തുതിക്കാൻ കഴിവുള്ള മനസ്സ്, അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു തആല ബഹുമാനം കൊടുത്ത് ആദരിച്ചവരാണ്, എല്ലാ അർത്ഥത്തിലും മഹത്വം നൽകിയവരാണ്. അങ്ങനെ മദീനയിൽ വന്നപ്പോ ഏറ്റവും കൂടുതൽ ഹുബ്ബുള്ള മകൻ മരണപ്പെട്ടു പോയി. 7 മക്കളിൽ നല്ല സ്നേഹമുള്ള കുട്ടി അങ്ങ് മരണപ്പെട്ടു പോയി. അത്ര വലിയ വിഷമമുണ്ടാവും. നിങ്ങൾ നോക്ക്, ആ സമയത്തും പ്രതികരണം അൽഹംദുലില്ലാഹ്. കാനലി സബ്ആ, എനിക്ക് 7 മക്കളുണ്ടായിരുന്നു, ഒന്നിനെ അല്ലാഹു വാങ്ങിയല്ലോ. പരാതിയില്ല, വിഷമങ്ങളില്ല, ദുഃഖങ്ങളില്ല. സ്വാഭാവിക വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും, പക്ഷേ അതിൻ്റെ പേരിൽ പഴിചാരുന്ന സ്വഭാവം ഇല്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കാല് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നാൽ എനിക്ക് കാല് റെഡിയായി നടക്കാമായിരുന്നു എന്ന് പറഞ്ഞില്ല. പറഞ്ഞത് ഒറ്റ വാക്കാണ്, 4 അല്ലാഹുവല്ലേ 4 ഭാഗത്തു 2 കൈയും 2 കാലും തന്നത്. ഇത്രയും കാലം അതിന് ഓജസ്സും തേജസ്സും നൽകിയതും ആ റബ്ബ് തന്നെയാണ്. ഒന്നല്ലേ അവൻ എടുത്തിട്ടുള്ളൂ, ബാക്കിയുമുണ്ടല്ലോ. പരീക്ഷണ ഘട്ടത്തിൽ പതറാത്ത മനസ്സ്, നല്ല ഉറച്ച മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പരീക്ഷണ ഘട്ടമാണ് വികാരത്തിന്റെ ഘട്ടം. പരീക്ഷണത്തെക്കാൾ വലിയ പരീക്ഷയാണ് ആദ്യം പറഞ്ഞത് ശഹ്വത്തിന്റെ ഘട്ടം. ഹറാമ് കാണാനല്ല ചാൻസുമുള്ള സമയത്ത്, ഹറാമ് കുടിക്കാനല്ല ചാൻസുമുള്ള സമയത്ത്, ഹറാമ് പിടിക്കാനല്ല ചാൻസുമുള്ള സമയത്ത് കഴിയുമോ ഒന്ന് മാറി നിൽക്കാൻ, ഒന്ന് മനസ്സുകൊണ്ട് റബ്ബിനെ ചിന്തിച്ച് അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ടല്ലോ എന്ന ധാരണയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം അതാ അല്ലാഹുവിനെ നിരീക്ഷിച്ചുകൊണ്ട് മാറിയതുപോലെ മാറാനൊക്കണം സഹോദരാ. രാത്രി സമയത്ത് ഉമർ റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. വെളിച്ചം കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ നിന്നു. എന്താ പാട്ട്? ആ ഒരു പെൺകുട്ടി ഇങ്ങനെ പാടുകയാണ്. പടച്ചോനെ, കേട്ടിട്ട് എന്തൊരു സുഖമുണ്ട് എന്നറിയോ? ആ പെൺകുട്ടി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പാടുകയാണ്. ഒരു പ്രയാസവുമില്ല ഈ കാലഘട്ടത്തിൽ. അന്ന് ആ പെൺകുട്ടി പറയാണ്, ഒരു വിഷമവുമില്ല. തതാവല ഹാദൽ ലൈലു വസ്വറ ജാനിബു വഅർഖനി അല്ലാ ഖലീലുൻ ഉലാഇബു. രാത്രിയേറെ നീണ്ടുപോയി. കട്ടിലിൽ ചെരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കൂരിരുട്ടാണ്. എന്റെ കൂടെ ഒന്ന് കളിച്ചിട്ട് സുഖം നൽകിയിട്ട് ഉറക്കിത്തരാൻ എന്റെ കൂടെ അല്ലാഹു തആല എനിക്ക് ഇണയാക്കി തന്ന ഭർത്താവില്ലല്ലോ. റളിയല്ലാഹുവിന് മനസ്സിലായ ആ വീട്ടിൽ ഭർത്താവില്ല എന്നാണ് പെണ്ണ് പറയുന്നത്. വഅർഖനി അല്ലാ ഖലീലുൻ ഉലാഇബു. കളിച്ച് കടക്കാൻ പറ്റിയ, എനിക്ക് പ്രത്യേകമായി സുഖിച്ച് ആനന്ദത്തോടെ കളിക്കാൻ പറ്റിയ പ്രായപൂർത്തിക്ക് ശേഷം സഹോദരന്മാരെ അല്ലാഹ് ഹലാലാക്കിയ സുന്നത്താക്കിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി കാണിച്ചെന്ന ഒരു കളിയാണത്. ഭാര്യയോടുകൂടെയുള്ള കളി. മറ്റൊരു കളിയാണ് ചെറിയ കുട്ടികളോടെ വീട്ടിന്റെ ഉള്ളിലുള്ള കളി. പ്രായപൂർത്തിയും പക്വതയും എത്തിയ ശേഷം മറ്റു വേറെ കളികളില്ലേ, അത് പാടില്ലെന്നാണ് പണ്ഡിതന്മാരുടെ പക്ഷം. ഞാൻ അവരെ പക്ഷം വിശദീകരിച്ചതാണ്. ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാര് മസ്അല എഴുതിയിട്ടുണ്ട്. ശത്രുഞ്ചി എന്ന് പറയുന്നൊരു കളിയില്ലേ, ചെസ് കളി, അത് കറാഹത്താണ്, പാടില്ലാത്തതാണ് എന്ന് ഫത്തുൽ മുഈൻ പഠിപ്പിച്ചല്ലോ. ഒരാൾക്കാർ ബുദ്ധി ഇങ്ങനെ വികസിക്കുന്നു. ഓ, ബുദ്ധി അങ്ങനെ പലതുകൊണ്ട് വികസിക്കുന്നുണ്ട്. ഒക്കെ ഹലാലായിക്കൊള്ളുന്നില്ല. നിനക്ക് മസലല്ലേ.
ഷത്രഞ്ച് കൊണ്ട് കളിക്കൽ കറാഹത്താണ്. സാധാരണ നിയമം പറഞ്ഞ കറാഹത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തള്ളാൻ നിൽക്കണ്ട, പാടില്ല എന്നതിന്റെ അർത്ഥം. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ്. നമ്മൾ ഒറ്റടിക്കണം മാറ്റാണ്. കറാഹത്തല്ലേ ഉള്ളൂ, സുന്നത്തല്ലേ ഉള്ളൂ, പറ്റം ചെറുതാക്കൽ. അനുസരിക്കാനുള്ളതല്ലേ, അനുസരിക്കാനുള്ളതാണ്, സ്വീകരിക്കാനുള്ളതാണ്, ചെയ്യാനുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നു, പിന്നെയും ഈ പെൺകുട്ടി ഏറെ പാടുന്നുണ്ട്. അതാണ് ആ പെൺകുട്ടി പറയുന്നത്, ഫവല്ലാഹി ലൗലല്ലാഹു അല്ലാ ഉറാഖിബു ലഹറക മിൻ ഹാദാ സരീരി ജവാനിബു. അല്ലാഹു തആല തന്നെയാണ് സത്യം. പടച്ച റബ്ബിന്റെ നിരീക്ഷണമില്ലായിരുന്നുവെങ്കിൽ സഹോദരാ, ലോകത്ത് ഏത് സാറ്റലൈറ്റുകൾക്ക് കേട് വന്നാലും, വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകളിലുള്ള സാറ്റലൈറ്റ് വരെ നിരീക്ഷണം അവസാനിച്ചൊരു നേരമുണ്ടായിരുന്നില്ലേ? ഏത് സാറ്റലൈറ്റുകൾക്ക് കേട് വന്നാലും, ദുബൈയിലെ ബുർജ് ഖലീഫയുടെ മുകളിലെ സാറ്റലൈറ്റ് തകർന്നു പോയാലും, ഇവിടെ തകരാത്ത ഒരു സാറ്റലൈറ്റ് ഉണ്ട്, തകരാത്ത ഒരു ക്യാമറയുണ്ട്, കിട്ടാത്ത ഒരു സ്ഥലവും ഇല്ല. അത് റബ്ബിന്റെ നിരീക്ഷണമാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹ് സദാ സമയത്തും നിരീക്ഷണത്തിലാണ്. ഒരു സെക്കൻഡ് അതിന് വ്യായാമമില്ല കേട്ടോ, ഒരു മിനിറ്റ് അതിന് അവധിയില്ല, പണിക്കാരെ കിട്ടാതെ ഇല്ല, അവർക്ക് ലീവിന്റെ ദിവസമില്ല, അവർക്ക് എപ്പോഴും ഉറക്കിനോ മറ്റോ വിശ്രമമില്ല. സദാ സമയത്തും അവന്റെ ക്യാമറയിൽ പതിയുന്നുണ്ട്. പെൺകുട്ടി പറയുന്നത്, റബ്ബിന്റെ നിരീക്ഷണമെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കട്ടിൽ ചലിക്കുമായിരുന്നു. പൂവാലന്മാരെ കിട്ടാനുണ്ട്, പുറത്തിറങ്ങിയിട്ടൊന്ന് കൈകൊട്ടി വിളിച്ചാൽ മതി, ഏറെ ആള് വരാനുണ്ട്. പക്ഷേ ഞാൻ വിളിക്കാത്തത് റബ്ബിന്റെ നിരീക്ഷണം കൊണ്ടാ. അവനെന്ന് നോക്കുന്നുണ്ടല്ലോ. കൂടെ കിടക്കാൻ ഭർത്താവില്ലാത്ത രാത്രിയിൽ എത്രമാത്രം ശഹ്വത്ത് സഹിക്കേണ്ടി വരും ഒരു സഹോദരി. അതിനുശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് പോയി ചോദിച്ചു, ഹഫ്സ, ഭർത്താവില്ലാതെ ഒരു പെണ്ണ് എത്ര കാലം സഹിച്ചു നിൽക്കും? രണ്ട് റിപ്പോർട്ട് കാണാം. ഒരു റിപ്പോർട്ടിൽ 4 മാസം എന്ന് കാണാം, റിപ്പോർട്ടിൽ 6 മാസം എന്ന് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു നിയമം പാസാക്കുന്നു. അടുത്ത സഭയിൽ വിദേശത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ 6 മാസത്തിലധികം നിൽക്കരുത്, അവര് നാട്ടിലേക്ക് വരണേ. എന്താ കാരണം എന്നറിയോ? സഹോദരിമാരെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഒരു പക്ഷേ ഒറ്റടിക്കത് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ നിൽക്കുന്ന സമയത്ത് നല്ല ഉപദേശങ്ങളും നല്ല നിരീക്ഷണങ്ങളും നല്ല സ്നേഹവും നല്ല അനുസരണവും കൊടുത്താൽ ചിലപ്പോൾ 2 കൊല്ലത്തേക്കൊക്കെ ദീർഘായുസ് കിട്ടും. ചില ആളുകൾക്കൊക്കെ അങ്ങനെ കിട്ടും. പക്ഷേ സാധിക്കുന്നവരൊക്കെ അങ്ങനെ വന്നോളണം, എന്നിട്ട് കടമകൾ നിർവഹിച്ചോളണം. വികാരങ്ങൾ സഹിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ഈ പെൺകുട്ടി വികാരം സഹിച്ചത് റബ്ബിന്റെ നോട്ടമോർത്തിട്ടാ. അപ്പൊ വികാരം തീവ്രമായി വരുന്ന ഘട്ടത്തിൽ, അനാവശ്യ വിചാരങ്ങൾ വരുന്ന ഘട്ടത്തിൽ റബ്ബിനനുസരിക്കാൻ കഴിവുണ്ടോ? അവൻ റബ്ബിന്റെ അടിമയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിന്റെ നിയമം അത്രത്തോളം അനുസരിച്ചല്ലോ. കൊടും വിശപ്പ്, നടക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ചുറ്റി നടക്കുന്ന കാലമാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. ജനങ്ങളെ കാര്യങ്ങൾ നിരീക്ഷിച്ച് ഓരോരുത്തരെയും വിഷയങ്ങൾ പഠിച്ച്, അതേ ഭൂമിനെ ചുറ്റി നടക്കുന്ന കാലം വെറുതെ കറങ്ങാനല്ല, വിഷയങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും ജനങ്ങളെ നന്നാക്കാനും വേണ്ടി നടക്കുമ്പോ ഭക്ഷണം കിട്ടാതെ വിഷമിച്ചുപോയി. നടക്കാൻ കഴിയാതെ ക്ഷീണം മാറ്റാൻ ഒരു മരച്ചുവട്ടിലിരുന്നു. ഒന്നിങ്ങനെ ഇരുന്നു ഉറങ്ങിയപ്പോഴേക്കതാ ഒരു വിളിയാളം തട്ടി വിളിക്കുന്നു, യാ അബ്ദുൽ ഖാദിർ. ഒരു സുപ്രതായോട്ട് വരുന്നുണ്ട്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. ആ വിളിയിൽ എന്താണുള്ളത്? ഇപ്പൊ നിങ്ങൾ ഏറ്റവും വലിയ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ നിഷിദ്ധമായിരുന്നത് പലതും നിങ്ങൾക്ക് ഞാനിപ്പോ ഹലാലാക്കി തന്നു. അത്രയും വലിയ മക്കാമിലെത്തിയിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, ഇത് ഭക്ഷണം കഴിച്ചോളൂ. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നോക്കുന്നു. സുപ്രയിലേക്ക് സ്വർണപാത്രവും വെള്ളിക്കോപ്പയും നല്ല മധുരപാനീയങ്ങളും നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളും അതിലുണ്ട്. മഹാനവർകൾ എന്ത് ചെയ്തു എന്നറിയോ? ഉടനെ തന്നെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ വന്ന ചിന്ത, പടച്ച റബ്ബേ, എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വിശപ്പ് സഹിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇതുപോലത്തെ ഭക്ഷണം സ്വർഗത്തുനിന്നാണെങ്കിൽ നബിതങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ട് അള്ളാഹ് ഹലാലാക്കി കൊടുക്കുമായിരുന്നല്ലോ ഭൂമിയിൽ. അല്ലാഹു തആലാക്ക് അതിന് കഴിവ് കുറവൊന്നുമില്ലല്ലോ. പക്ഷേ ഒരിക്കൽ പോലും എന്റെ നേതാവ് സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളിക്കോപ്പയിൽ വെള്ളം കുടിച്ചിട്ടില്ല. ഇതെന്നെ സ്വാധീനിക്കാൻ, എന്റെ വിശപ്പ് ഒരു പരിഹാരമായി കണ്ട് എന്നെ വശീകരിക്കാൻ വേണ്ടി വന്ന ശൈത്താനിന്റെ രംഗമാണല്ലോ. കൊടുത്തു ആ തളികക്ക് നേരെ ഒരു തട്ട്, എന്നിട്ട് പറഞ്ഞു ഇഖ്സഇയാ ലഈൻ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ. അപ്പോൾ അവന്റെ മറുപടി, ഓ നിങ്ങൾ വല്ലാത്ത ആള് തന്നെയാണ്. നിങ്ങളെപ്പോലെ പർണശാലയിൽ ഇരിക്കുന്ന, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇബാദത്തിന്റെ അടയാളങ്ങളൊക്കെയുള്ള 169 ആളുകളെ പയറ്റിക്കടത്തിയിട്ട് തളർത്തിയിട്ടാണിപ്പൊ ഞാൻ വരുന്നത്. നിങ്ങളെ മുന്നിൽ ഇനി എനിക്ക് പഴുതൊന്നുമില്ല. വികാര വിചാരങ്ങളുടെ ഘട്ടത്തിൽ റബ്ബിന്റെ നിയമങ്ങൾ അംഗീകരിക്കാനുള്ള കഴിവില്ലേ, അത് ഏറ്റവും വലിയ അനുസരണയാണ്. അള്ളാഹു നമുക്കത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ നിയമങ്ങൾ ഒരു നിലക്കും കൊച്ചായി കാണരുത്. അതങ്ങനെ അനുസരിച്ചാൽ ഭൂമി ലോകത്തുള്ള സകലതും നമ്മൾ അനുസരിക്കും. അനുസരിക്കാത്ത ഒന്നും ഉണ്ടാകൂല. എല്ലാ സ്വാധീനങ്ങളും അള്ളാഹു തആല തരും. അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഒരു നിലക്കും വിലക്ക് വരാൻ പാടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുകൾ തിരസ്കരിക്കരുത്. അത് നന്നായി ചെയ്യണം. അതിനെ ചോദ്യം ചെയ്യരുത്, ഒരിക്കലും അതിനെ എതിർക്കരുത്. എല്ലാറ്റിന്റെയും കാര്യകാരണങ്ങൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് വരാം. അത് വെച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് നമ്മൾ പരാജിതരാകരുത്. നിങ്ങൾ കണ്ടു, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആദ്യം ചെയ്യേണ്ട സുന്നത്ത് എന്താ? അൽഹംദുലില്ലാഹ് ദിക്റല്ലോ അല്ലേ? രാവിലെ എണീറ്റ ഉടനെ തന്നെ ഫസ്റ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ദിക്ർ ചൊല്ലിയിട്ട് അടുത്ത പരിപാടി എന്താ? ദിക്റിൽ അടുത്ത പരിപാടി എന്താ? തണ്ടാസ് പോണ്ടേ? ബ്രഷ് ചെയ്യണ്ടേ? വേഗം തണ്ടാസിലേക്ക് ഓടും എല്ലാവരും അല്ലേ? അതല്ല അടുത്ത പരിപാടി. ദിക്ർ ചൊല്ലിയിട്ട് അടുത്ത സുന്നത്ത് 2 മുൻകൈയും കഴുകണം 3 പ്രാവശ്യം. 2 മുൻകൈയും കഴുകണം. ഇതുവരെ കഴിയില്ല, നാളെ മുതൽ കഴിക്കൂടി. 2 മുൻകൈയും 3 പ്രാവശ്യം കഴുകണം. സുന്നത്താണ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്താണ്, ഉളൂവിന്റെ സുന്നത്തല്ല. പിന്നെ 3 പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിക്കണം. 3 പ്രാവശ്യം മുഖം കഴുകണം. എന്നിട്ടാണ് തണ്ടാസിലേക്ക് പോകേണ്ടത്, ടോയ്ലറ്റിലേക്ക് പോകേണ്ടത്, മൂത്രയിക്കാനും വിസർജിക്കാനൊക്കെ. വേഗം അങ്ങോട്ട് തിരിയും കത്തിച്ച് ഓടിപ്പോകരുത്, പെട്ടെന്നങ്ങ് ഓടിപ്പോകരുത്. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ സുന്നത്തുകളാണ്. എന്തിനാണ് ഈ കൈ കഴുകുന്നത്? ലിഅന്നഹു ലാ യദ്രി ഐന ബാത്തത് യദാ. തലേന്ന് ഇവന്റെ കൈകൾ എവിടെയൊക്കെയാണ് സഞ്ചരിച്ചത് എന്ന് ഇവൻ അറിയൂല, രാപ്പാത്തത് എന്ന് അറിയൂല. നിഷേധിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ക്യാമറ, ഒരു നഖത്തിന്റെ വലിപ്പമുള്ള ഒരു ക്യാമറ ഫാൻ്റെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്താൽ മതി. രാവിലെ എണീറ്റ് തുറന്നു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ പോലെ സർക്കസിന് കൈയുള്ള ഒറ്റ ആളുണ്ടാവില്ല. കാരണം എവിടെല്ലാം മാതുന്നുണ്ട്, ചൊറിയുണ്ട്, അങ്ങോട്ട് നീങ്ങുന്നുണ്ട്, ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഉറക്കം എവിടെയും കിടന്നില്ലല്ലോ, ഉറക്കം സിപ്പാകുന്നില്ലല്ലോ. വിയർക്കുന്ന എല്ലാ ഭാഗങ്ങളിലും കയ്യെത്തും. അതിന്റെ പുറമെ മുട്ടയും കൊതുകുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. എല്ലാ ഭാഗങ്ങളിലും ചൊറിയാതിരിക്കൂല, വിയർക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എത്തും. പേനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ മാന്തൽ കുറച്ച് ജോറാവും. സഹോദരന്മാരെ, ഈ 2 കൈകളും അസ്പൃശ്യതയുള്ളതാണ്. ഇതൊരു വള്ളത്തിൽ കൊണ്ടുപോയിട്ടാൽ ആ വള്ളത്തിനും ഇടങ്ങേറുണ്ട്. ഈ കൈയിൽ അണുക്കൾ മുഴുവനും അതിലാകും. കഴുകാതെ ഈ കൈ കൊണ്ട് മനോഹരം ചെയ്താൽ ഗുഹ്യസ്ഥാനത്ത് ചൊറി വരും, രോഗങ്ങൾ വരും, അതിങ്ങനെ മൂർജിച്ചു പോകും. ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ എണീറ്റ് 2 കൈയും കഴുകണമെന്ന് പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തു. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മോഡേണിസ്റ്റ് ചോദ്യം ചെയ്തു. ഒരു പുതുമയൊക്കെ തോന്നിക്കുന്ന ഒരു പരിഷ്കാരി ചോദ്യം ചെയ്തു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ആള് പറഞ്ഞു, എന്റെ കൈ എവിടെയുള്ളത് എനിക്കറിയാം, ഞാൻ കൈകൂലാന്ന്. എന്റെ കൈ രാത്രി എവിടെയുള്ളത്, എന്റെ കൈ എവിടെയുള്ളത് എനിക്കറിയാം, ഞാൻ കൈകൂലാന്ന്. ഇതൊരു ഭാഷയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാര്യം പറഞ്ഞാൽ അതനുസരിച്ചാ പോരെ? അള്ളാഹുവിന്റെ ഹബീബിനോട് ഹുബുണ്ടെങ്കിൽ കിട്ടുന്ന സുന്നത്തുകളൊക്കെ അനുസരിച്ച് ചെയ്യുന്നല്ലേ അടയാളം. ഒരു സുന്നത്തും മറക്കണ്ട, എന്നും പതിവാക്കേണ്ടതാണിത്. രാവിലെ എണീറ്റാൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവരും ഉളു എടുത്ത് കിടക്കണം. ഉളു എടുത്ത് കിടന്നിട്ട് അക്കടത്തത്തിലാണ് നമുക്കെങ്ങാനും മരണം സംഭവിക്കുന്നതെങ്കിൽ നല്ല മരണമായിരിക്കും.
കാരണം ഉളുവോടുകൂടിയല്ലേ കിടക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഉളു മുറിയെങ്കിലും ആ കിടത്തത്തിനൊരു പരിശുദ്ധി വേറുണ്ട്. ഉളു എടുത്തിട്ടല്ലാതെ ഒറ്റ ദിവസവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയത് കാണും. നമ്മളതൊക്കെ മഹബത്തിന് വില സ്വീകരിക്കണം. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ അനുസരിക്കുന്നവരാകും. സുന്നത്ത് വിടാൻ പാടില്ല. എന്നോട് വലിയ താല്പര്യമാണ്. നമുക്ക് അള്ളാഹു നമുക്ക് താല്പര്യേറ്റി തരട്ടെ. നിങ്ങൾ നോക്കി, ഇദ്ദേഹം ഇത് പറഞ്ഞു, എന്തൊരു എതിർപ്പാണ് അദ്ദേഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കാൻ പറഞ്ഞപ്പോൾ കേൾക്കൂലെങ്കിൽ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു, കൈ ഞാൻ കേൾക്കൂലെന്ന് മാത്രമല്ല, എൻ്റെ കൈ എവിടെയെന്ന് എനിക്കറിയും, കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അയാൾ ചോദ്യം ചെയ്തു. വായിൽ വെള്ളം കൊപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്തിനാ? വിസർജന സ്ഥലത്ത് പോയിരുന്നൊരു കൊട്ടാവി വലുത് ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഈ വായിലുള്ള ജലം അത് മലിനമായതാണ്, കുറേ സമയം പൂട്ടിക്കിടന്നതല്ലേ. അപ്പോൾ പിന്നെ അവിടെ ഉള്ള ദുർഗന്ധം രണ്ടും കൂടി അങ്ങോട്ട് അടിച്ചു കയറണ്ട, അതൊന്ന് വൃത്തിയായി നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ പെട്ടെന്ന് ചില ആൾക്കാർക്ക് എണീറ്റ ഉടനെ തന്നെ എന്തെങ്കിലും കുടിക്കേണ്ടിയൊക്കെ വരും, ചായ മറ്റൊക്കെ. അതൊക്കെ ഇതിന് ശേഷമാണ് ചെയ്യേണ്ടത്. എണീറ്റ ഉടനെ തന്നെ ഒരു ബ്രഷും ഒരു കൊപ്പിക്കലും ചെയ്യാതെ വേഗം വേണ്ട ചായ കുടിക്കാൻ, വെള്ളം കുടിക്കാൻ പാടില്ല. അതാദ്യം ഈ 3 സുന്നത്തുകളും ചെയ്യണം. മുഖം കഴുകണം എന്തിനാന്ന് പറഞ്ഞത് എല്ലാവർക്കും തിരിയും. കാരണം മുഖം കഴുകിയിട്ട് നല്ല അടച്ചുറപ്പുള്ള റൂമിലായിരിക്കും പോയിരിക്കുന്നത്, മൂത്രയിക്കാനും വിസർജിക്കാനൊക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും. അവിടെ ഉറങ്ങാൻ പാടില്ല. അവിടെ ഉറങ്ങിയാൽ ഏറ്റവും കൂടുതൽ അണുക്കളുള്ളതാണ് മനുഷ്യൻ്റെ മൂത്രം. അതിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പോകും മൂക്കിലൂടെ നേരെ തലച്ചോറിലേക്ക്. പിന്നെ പേര് മാറി ഒരു രോഗം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനാ മുഖം കഴുകണം എന്ന് പറഞ്ഞത്. മുഖം കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോവും. കാരണം ഈ ഉറക്കിൻ്റെ ശരിക്കുള്ള ഗതി മാറിയിട്ടില്ലല്ലോ. മുഖം കഴുകിയാൽ നല്ല തെളിച്ചായി, അപ്പോൾ പിന്നെ ഉറങ്ങൂല. മാത്രമല്ല ഉറങ്ങി വീണുപോയിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് മൂത്രം ഒറ്റി എന്നുള്ളത് അറിയില്ലല്ലോ, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാ നിലക്കും ആ സുന്നത്തുകൾ പകർത്തണം. ഈ മോഡേണിസ്റ്റായ ആൾ പറഞ്ഞു, ഞാൻ ചെയ്യൂല, എനിക്ക് എൻ്റെ കൈ എവിടെയുള്ളത് എനിക്കറിയുന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇത് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു സുന്നത്തിനെ നമ്മൾ എതിർക്കരുത് കേട്ടോ. നമ്മൾ അനുസരിക്കണം. നന്നായി അനുസരണയാ നമുക്ക് വേണ്ടത്, എതിർക്കരുത്. എതിർപ്പിന്റെ സ്വഭാവം അനുസരണമുള്ളവന് ഉണ്ടാകൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സുന്നത്ത് അത് കേട്ടാൽ കൈവിന്റെ പരമാവധി ഹൃദ്യസ്ഥമാക്കി കൈവിന്റെ പരമാവധി ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോരുത്തരും പതിവാക്കണം. പതിവാക്കുമ്പോൾ നമുക്ക് മഹബത്ത് ഇങ്ങനെ ഏറി വരും. ഓരോ സുന്നത്തുകളും നമ്മൾ അങ്ങനെ ശീലമാക്കണം. എണ്ണിയാൽ കണക്കില്ലാത്ത സുന്നത്തുകളുണ്ട്. പക്ഷേ ഓരോ ദിവസവും കഴിവിന്റെ പരമാവധി പതിവാക്കുമ്പോൾ നമ്മുടെ ഖൽബിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം വലുതാകും. അനുസരണം കൂടി കിട്ടുമ്പോൾ അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനവും വലുതാകും. അങ്ങനെയാണ് അനുസരണത്തിന്റെ പൊതിവ്, അനുസരണത്തിന്റെ മഹത്വം. അങ്ങനെയാണ്. നിങ്ങൾ നോക്കി, മനുഷ്യൻ രാവിലെ എണീറ്റ് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുസുന്നത്തിന്റെ മുഅ്ജിസത്ത് അതാ പ്രകടമാകുന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, രണ്ട് കൈയും മുട്ടുവരെ പിൻദ്വാരത്തിലൂടെ അകത്ത് കയറിപ്പോയിട്ടുണ്ട്. അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഇതൊരു തമാശയല്ല, ഗൗരവം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എന്താണ് അവൻ പറഞ്ഞ വാക്ക്? എനിക്കറിയാം എൻ്റെ കൈ എവിടെയാണ് എന്ന്. എല്ലാവരുടെയും കൈ എവിടെയാണ് എന്ന് അറിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആരോഗ്യശാസ്ത്രം അംഗീകരിക്കാൻ, അനുസരിക്കാൻ മടി കാണിച്ചു എന്ന് മാത്രമല്ല, അവൻ ഇതിനെ വെല്ലുവിളിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തു അതിന്റെ ശിക്ഷ. അവൻ എതിർത്തതിന് കൊടുത്തതാണ്. രണ്ട് കൈയും മുട്ടുവരെ പിൻദ്വാരത്തിലൂടെ അകത്തേക്ക് കയറിപ്പോയി. ജനങ്ങളൊക്കെ ചോദിക്കുന്നു, ഇപ്പൊ തിരിഞ്ഞോ, കൈ കഴുകണോ, കൈ കഴുകണ്ടേ? നിങ്ങൾ നോക്കും, ആലോകർക്കിടയിൽ വഷളായില്ലേ? എന്താണ് അതിന് കാരണം? തിരുസുന്നത്തിനെ ചോദ്യം ചെയ്തതാണ്. അപ്പൊ നല്ല അനുസരണ ബുദ്ധിയാ നമ്മൾ അംഗീകരിക്കണം, അനുസരിക്കണം. നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞവരെ മുഴുവനും അനുസരിച്ചാൽ നല്ല വിഷയത്തിൽ മാത്രമാണ് അനുസരണമുള്ളത്. എല്ലാ ജീവജാലങ്ങളും നമുക്ക് വഴിപ്പെട്ടു പോകും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എത്ര വലിയ മഹാനാണ്. മഹാനവർകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വാപ്പ വന്നിട്ട് പരാതി പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മോൾക്ക് തീരെ സുഖല്ല, വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, മകൾക്ക് തീരെ സുഖല്ല എന്ന് പറഞ്ഞാൽ തീരെ സുഖല്ല. എന്താണ് സുഖം? പൈശാചികമായ എന്തോ രോഗം പോലെ കിട്ടുന്നത് എടുത്തിട്ട് കാണുന്നവരെ മുഴുവനും അടിക്കാം, കെട്ട കഴിച്ച അത്രയും വലിയ ആരോഗ്യം പോലെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുക. ഒരാളും രണ്ടാളും മൂന്നാളും നോക്കിയിട്ട് മതിയാകുന്നില്ല. കുടുങ്ങി. എന്തു ചെയ്യും?
അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു നല്ല പരിഹാരം കൊടുക്കുന്നു. എന്താ പരിഹാരം എന്നറിയോ? ഒരു ശിഷ്യനെ വിളിക്കുന്നു, വിളിച്ചിട്ട് പറയുന്നു, മോനെ ഈ ചെരുപ്പും കൊണ്ട് പോകണം, ഈ മെതിയടി, അതൊക്കെ മെതിയടിയാണല്ലോ ധരിക്കുന്നത്, ഈ മെതിയടിയും കൊണ്ട് പോകണം, മരത്തിന്റെ ചെരുപ്പ്, മെതിയടിയും കൊണ്ട് പോയിട്ട് നീ ആ പെണ്ണിന്റെ നേർക്കത് ചൂണ്ടിയിട്ട് പറയണം, ഇത് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പാണ്, ഈ ഇറങ്ങിപ്പോകുന്നെങ്കിൽ വേഗം ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ അതാ ഇതുകൊണ്ട് ഞാൻ അങ്ങ് അടിക്കും. അങ്ങനെ ശൈത്താൻ ഇറക്കലൊക്കെ ഉണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തും ഒരു ഭാഗത്ത് പോകുമ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസ് കാണാം. ഒരു പെണ്ണ് ഒരു കുട്ടിനെയും കൊണ്ട് ഇങ്ങനെ ഒക്കെ തിരുത്തി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ ഈ കുട്ടിക്ക് പിശാച് രോഗം ഉണ്ട് തോന്നുന്നു, എന്തൊക്കെ ഒരു കളി കളിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ തൊള്ളയെ കൂടെ നര വരുന്നുണ്ട്, അങ്ങനെ കുറുമ്പ് കാണിക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിനെ അങ്ങനെ നോക്കിയിട്ട് ഒറ്റ വാക്ക്, ഉഖ്റുജ് അദുവല്ലാഹ് വഅന റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ശത്രുവായ ശൈത്താനെ ഇറങ്ങിപ്പോടാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണിത് പറയുന്നത്, ഇറങ്ങിപ്പോ. സ്വഹാബത്തൊക്കെ കാണാൻ ഉടനെ കുട്ടിന്റെ ശരീരത്തിൽ നിന്ന് ഒരു പൂച്ചയുടെ വലുപ്പത്തിൽ ഒരു സാധനം താഴോട്ട് ചാടി പോക്കാൻ പോയി. തിരിച്ചു വരുമ്പോ അതേ വഴിക്ക് തന്നെ ഈ പെണ്ണ് നിൽക്കുന്നുണ്ട്, ഈ കുട്ടിനെ പിടിച്ചിട്ട്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു ആടും ഉണ്ട്, ഒരു കുപ്പി പാലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ എന്റെ കുട്ടിന്റെ രോഗമൊക്കെ മാറി, നല്ല സന്തോഷത്തിലാണ്. തങ്ങൾ ഒരൊറ്റ വാക്ക് പറഞ്ഞു, രോഗം മാറി. ഇറങ്ങിപ്പോകാൻ തങ്ങൾ പറഞ്ഞപ്പോ അനുസരിച്ചു. ഇങ്ങനെ അനുസരിക്കാക്ക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന മഹാൻ. പിന്നെ ആരാ അവിടെ അനുസരിക്കാത്തത്? ഏത് ജീവിയാ അനുസരിക്കാത്തത്? ഏത് ശൈത്താനാ, ഏത് ജിന്നാ, എല്ലാം അനുസരിക്കൂലേ? അപ്പൊ തങ്ങൾ ആ സന്തോഷത്തിൽ ഞാൻ ഒരു ഹദിയ കൊണ്ടുവന്നതാണ്, ഒരു ആടും ഒരു കുപ്പി പാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആടിനങ്ങ് സ്വീകരിച്ചു, കുപ്പി പാലങ്ങ് തിരിച്ചു കൊടുത്തോളൂ. ആ സഹോദരിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ, വാങ്ങിയിട്ട് ആ കുപ്പി പാൽ അങ്ങോട്ട് തന്നെ ബർക്കത്തിന് തിരിച്ചു കൊടുത്തു, ആടിനങ്ങോട്ട് വാങ്ങി. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ ഇറക്കലില്ലേ? കൈവുള്ള മഹാന്മാരില്ലേ? അങ്ങനെ ഉണ്ട്, ധാരാളം ഉണ്ട്. അതിൽ ഏറ്റവും വലിയ കഴിവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പേരുള്ള ഖുതുബിയത്ത്. അല്ലാഹു തആല ഇതിന്റെ ഫലം നാൾക്ക് നാൾ നമുക്ക് വർദ്ധിപ്പിച്ചെരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ നോക്ക്, ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ശിഷ്യന്റെ കയ്യിൽ ഒരു ചെരുപ്പെടുത്ത് കൊടുത്ത് പറഞ്ഞേക്കാം. ശിഷ്യൻ ആ ചെരുപ്പിട്ട് പോയി. എന്നിട്ട് ഈ പെണ്ണിന്റെ നേർക്ക് ചെരുപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോകാൻ ഒരുക്കണ്ടോ? ഇറങ്ങിപ്പോകാൻ ഒരുക്കണ്ടോ? ഒരുക്കമില്ലെങ്കിൽ ഇത് ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പാണ്, ഈ ചെരുപ്പ് കൊണ്ട് നിന്നെ അടിക്കാനാണ് എന്നോട് കൽപ്പന. ഉടനെ തന്നെ ആ പെണ്ണിലൂടെ ശൈത്താൻ സംസാരിക്കുന്നു, ജിന്ന് സംസാരിക്കുന്നു, ഇറങ്ങിപ്പോകാം, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. ആരാ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു അല്ലേ? ഫഇന്നഹു റജുലുൻ, നിങ്ങൾ നോക്ക്, ശൈത്താൻ പറയുകയാണ്, എങ്ങനെ ഞാൻ അനുസരിക്കാതിരിക്കും? ഫഇന്നഹു റജുലുൻ അതാഅ അല്ലാഹ്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ അനുസരിച്ചൊരു മഹാനാണ്, റബ്ബിന് വഴിപ്പെട്ട് ജീവിച്ചൊരു മഹാനാണ്. മൻ അതാഅ അല്ലാഹ അതാഅഹു കുല്ലു ശൈ. അല്ലാഹുവിന് വിധേയപ്പെട്ടാൽ പിന്നെ അവൻ അനുസരിക്കാത്ത ഒരൊറ്റ സിട്ടിയുമില്ല, ഒരൊറ്റ ഷൈഉമില്ല, എല്ലാം അനുസരിച്ചു പോകും. അതുകൊണ്ട് ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്, എന്നെ അടിക്കണ്ട, ഞാൻ ഇറങ്ങിപ്പോകാം. ഉടനെ ഇറങ്ങിപ്പോയി. പെണ്ണിന് ശാന്തത കിട്ടി, നല്ല ജീവിതം, ഒരു കുഴപ്പമില്ല, ഒരു അസുഖവും ഒരു തകരാറുമില്ല. എന്താ ഇറങ്ങിപ്പോകാൻ കാരണം? ചെരുപ്പിന്റെ വലിപ്പം കണ്ടിട്ടാ? അല്ല. എന്താ ഇറങ്ങിപ്പോകാൻ കാരണം? അള്ളാഹുവിനെ അനുസരിച്ച ആളാണ്, എനിക്ക് ഇങ്ങോട്ട് നിൽക്കാൻ പറ്റൂല. അപ്പൊ റബ്ബിനെ അനുസരിച്ചാൽ, അള്ളാഹുവിനെ അനുസരിച്ചാൽ ആ മനുഷ്യന് കിട്ടുന്ന സ്ഥാനത്തിന് വല്ല കണക്കുണ്ടോ? നിങ്ങൾ നോക്ക്, അനുസരണം മുഖ്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞവരെ മുഴുവനും അനുസരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളോട് നമ്മുടെ ഭാര്യമാരെ അനുസരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും കുറച്ചൊക്കെ അനുസരിക്കണം പല കാര്യങ്ങളിലും. കുട്ടികൾ നമുക്കനുസരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നല്ല വിഷയങ്ങളിലൊക്കെ അനുസരിക്കണം. നല്ല വിഷയങ്ങളിൽ, കേടായ വിഷയങ്ങളിൽ ഒരാളെ അനുസരിക്കേണ്ട ആവശ്യമില്ല. കേടായ വിഷയങ്ങൾ, ശറഈനെതിരായ വിഷയങ്ങൾ ഒരൊറ്റ കുട്ടി അനുസരിക്കേണ്ട ആവശ്യമില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖീൻ. സൃഷ്ടാവായ റബ്ബിന് ദോഷം ചെയ്യുന്നതിൽ, എതിര് ചെയ്യുന്നതിൽ ഒരൊറ്റ സൃഷ്ടിയെയും അനുസരിക്കേണ്ട ആവശ്യമില്ല.
ഒരൊറ്റ ആളെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിയമത്തിന് എതിരായിട്ട് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. സ്നേഹം നഷ്ടപ്പെടും. നിയമത്തിനെതിരാണോ, അള്ള പഠിപ്പിച്ചതിനെതിരാണോ, അനുസരിക്കേണ്ടതില്ല. സ്നേഹം പോയിക്കോട്ടെ, പിന്നെ തിരിച്ചുകിട്ടിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഉമ്മ പെണ്ണിനെയും കൊണ്ട് വന്നു, തൻ്റെ മോളെയും കൊണ്ട് നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക്. നബി ഏതിൻ്റെ മോളാണ്, എന്തേ ഈ പെണ്ണിനെയും കൊണ്ട് വന്നത്? ഈ പെണ്ണിൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം പൊരയിലാക്കി പോയതാണ്. ഈ പെണ്ണിന് മുടി നീളം കുറവാണ്, ചില സ്ഥലങ്ങളിലൊന്നും മുടിയില്ല. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, ഇനി മുടി വെച്ചു കൊടുത്തെങ്കിലേ അടുത്ത വരവിന് കൂട്ടിക്കൊണ്ടുപോകൂ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അത് അവിടെയല്ലേ ബുഖാരി ഇമാം തങ്ങൾ വാബിടുന്നത്. ഒരിക്കലും ഭർത്താവിന് അള്ളാഹുവിന് എതിരാകുന്ന വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കാൻ പാടില്ല. അള്ളാഹുവിന് എതിരാകുന്ന വിഷയത്തിൽ ഭാര്യയും അനുസരിക്കാൻ പാടില്ല. അള്ളാഹുവിന് എതിരാകുന്ന വിഷയത്തിൽ ആരെയും അനുസരിക്കാൻ പാടില്ല. റബ്ബ് അത് ദോഷമായി കൽപ്പിച്ച കാര്യമാണോ, ഒരൊറ്റ കുട്ടിയെയും അനുസരിക്കാൻ പാടില്ല. അതാണ് പൊതു നിയമം. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി പറ്റുമോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ലാ, വെപ്പ് മുടി വെക്കാൻ പറ്റൂല. ഇന്നഹു ഖദ് ലുഇനൽ മുസിലാത്ത്, വെപ്പുമുടി വെക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെപ്പുമുടി വെച്ചിട്ട് അയാൾ കൊണ്ടുപോകണ്ട, അവിടെ നിന്നോട്ടെ, വെപ്പുമുടി വെക്കാൻ പറ്റൂല. ഇതല്ലേ പിൽക്കാലത്തും സ്വഹാബിമാര് ശീലിച്ച ശൈലി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വിഷയം വളരെ ശക്തമായി പറഞ്ഞപ്പോ ഒരു പെണ്ണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് എതിർത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്, വെപ്പുമുടി വെക്കാൻ പാടില്ലാന്ന്? വെപ്പുമുടി വെച്ചതിനെന്താ കുഴപ്പം? എതിർത്തു കൊണ്ടൊരു പെണ്ണ് വന്ന് സംസാരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഖുർആനിൽ നിന്നാണ് കിട്ടിയത്, ഞാനും ഖുർആൻ ഓതിയിട്ടുണ്ടല്ലോ, എന്നിട്ട് ആ ഓതിയ ഖുർആനിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓതേണ്ടതുപോലെ ഓതിയിട്ടുണ്ടെങ്കിൽ കാണും, ഓതേണ്ടതുപോലെ ഓതാത്തത് കൊണ്ടാണ് കാണാത്തത്. നിങ്ങളെവിടെ ഖുർആനിൽ നിന്ന് കണ്ടതൊന്ന് പറഞ്ഞു തരുമോ? മഹാനവർകൾ പറഞ്ഞു കൊടുത്തു, ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ സ്വീകരിക്കണം, തങ്ങൾ വിരോധിച്ചതൊക്കെ വർജിക്കണം. അത് അള്ളാഹുവിന്റെ കൽപ്പന മൊത്തത്തിലാണ്. തങ്ങൾ വിരോധിച്ചതിൽ പെട്ടതാണല്ലോ ഇത്. ആ പെണ്ണ് കുടുങ്ങി തോന്നിയപ്പോ ആ പെണ്ണ് ലാസ്റ്റ് പറഞ്ഞു, ഞാൻ മാത്രമൊന്നുമല്ല ഇങ്ങനെ മുടി വെക്കുന്നത്, നിങ്ങളെ ഭാര്യയും വെപ്പുമുടി വെച്ചിരുന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യയും വെപ്പുമുടി വെച്ചിരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ നമുക്ക് തീരുമാനാക്കാം, നാളത്തേക്കൊന്നും വെക്കണ്ട, അടുക്കളയിലുണ്ട് ഭാര്യ, ഒന്ന് പോയി വെക്കുന്നത്. ഇപ്പൊ തീരുമാനാക്കാം, പോയി നോക്ക്, അടുക്കളയിലുണ്ട് ഭാര്യ, എൻ്റെ ഭാര്യ അടുക്കളയിൽ പോയി നോക്കുന്നത്. അപ്പോൾ പോയി നോക്കി, പോയി വെക്കാൻ പറഞ്ഞു, പോയി നോക്കി. അങ്ങനെ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉണ്ടോ, ഉള്ള മുടിയല്ലാതെ വെപ്പുമുടി ഉണ്ടോന്ന് വെച്ചു. ഇല്ല എന്നാണ് പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനേ അങ്ങനെ വെപ്പുമുടിയൊക്കെ കണ്ടിട്ടേ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് വെപ്പുമുടിയോടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുമായിട്ട് ഞാൻ ജീവിതത്തിൽ ബന്ധപ്പെടലായിരുന്നു. പിറ്റേന്ന് തലാഖൊല്ലി. കാരണം അള്ളാഹു തലാഖെതിരെയുള്ള വിഷയമല്ലേ, ഞാനത് സ്വീകരിക്കില്ല. നിങ്ങൾ ആ പറഞ്ഞതിന് സ്വീകരിക്കുന്ന ആളല്ല, ഞാൻ റബ്ബിനനുസരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഭാര്യൻ്റെ പേരിൽ ആരോപണം പിൻവലിച്ചില്ലേ? പിൻവലിച്ചു, നഞ്ഞു പോയിക്കോളൂ. നിയമം അങ്ങനെയാണ്, വെക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെപ്പുമുടി വെക്കാൻ പാടില്ലല്ലോ, തെറ്റല്ലേ? ഞാൻ പറഞ്ഞു വന്നത് വെപ്പുമുടി വെക്കാനാണ്. നമ്മളോട് നമ്മളെ ഭാര്യ പറയുന്നത്, നിങ്ങൾ വെപ്പുമുടി വെക്കണം, നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിങ്ങളെ താടിയും തലയൊക്കെ നരച്ചുപോയോ, കുറച്ച് പൈൻ്റ് അടിച്ചു വരണം. സുബ്ഹാനല്ലാഹ്, പറ്റൂല പറ്റൂല പറ്റൂല. സഹോദരന്മാരെ, തെറ്റല്ലേ? താടിക്കും തലക്കും കറുപ്പ് കൊടുക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എവിടെ? പ്രായം ചെന്ന സ്വഹാബിമാർ യുദ്ധത്തിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് ശത്രുക്കളെ കൽബിൽ ഒരു ഹൈബത്ത് തോന്നണം. നിങ്ങൾ ഇങ്ങനെ നിരച്ചവരായി നിന്നാൽ അവരെ കൽബിൽ ധൈര്യം തോന്നും. ധൈര്യം തോന്നുമ്പോ പെട്ടെന്ന് നിങ്ങളെ വകവരുത്തി കളയാൻ തോന്നും. അപ്പൊ നിങ്ങൾ ഈ വെള്ളയൊന്ന് മാറ്റിയിട്ട് കറുപ്പാക്കണം. എന്നാലേ ഭാര്യക്ക് ഇഷ്ടം എപ്പോഴും ഇങ്ങനെ കറുത്ത് കാണലാണ്. പടച്ച റബ്ബിനോട് ദ്വാരക്ക, നല്ല തണുപ്പിന് പറ്റിയ എണ്ണകളൊക്കെ തേക്ക. കറുപ്പ് പൈൻ്റടിക്കുന്ന സ്വഭാവം പറ്റൂല. ഇനി വല്ലാതെ വിഷമുണ്ടെങ്കിലും മൈലാഞ്ചി അങ്ങ് തേക്കണം. മൈലാഞ്ചി തേക്കൽ നല്ലതാണ്, സുന്നത്താണല്ലോ നരച്ച താടിക്ക്. മക്ക വിജയത്തിന്റെ അന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് കൊണ്ടുവരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പാനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈപിടിച്ചിങ്ങനെ കൊണ്ടുവരാണ്. അന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുന്നത്. പഴയകാലത്തെ സൗഹൃദം പുതുക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു,
നമ്മൾ മക്ക വിട്ടിട്ട് മദീനയിലേക്ക് പോകുമ്പോ താടിയിൽ കുറച്ചൊക്കെ ഒരു കറുപ്പുണ്ടായിരുന്നല്ലോ, ഇപ്പൊ പച്ച കുമ്പളങ്ങ പോലെ നല്ലോണം നരച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ വെളുപ്പ് നിങ്ങളൊന്ന് മാറ്റണം. പക്ഷേ കറുപ്പിക്കരുത്. വജിതനിബു സവാദ, കറുപ്പ് കൊടുക്കരുത്, കറുപ്പ് വർജിക്കണം. കറുപ്പല്ലാത്തത് പിന്നെന്താണ്? മൈലാഞ്ചി ചായം തേക്കണം. മൈലാഞ്ചി ചായം തേക്കുന്നത് സുന്നത്താണ്. കാലാകാലം എനിക്ക് കറുപ്പേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കരുത്. ലോകത്താദ്യമായി നരബാധിച്ച ആള് ആരാന്നറിയുമോ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഖലീൽ എന്ന സ്ഥാനം നേടിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്കാണ് ആദ്യമായി നരബാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ണാടിയിൽ നോക്കിയപ്പോ ഒരു വെളുത്ത രോമങ്ങൾ ഇടയിൽ കൂടെ ഇങ്ങനെ കണ്ടു. കണ്ടപ്പോ റബ്ബിനോട് ചോദിച്ച, പടച്ചോനെ എന്താ ഒരു വെളുത്ത കളറ്? അല്ലാഹു തആല പറഞ്ഞു, പേടിക്കണ്ട, അദാലിക വഖാറുൽ മുഅ്മിൻ, അത് മുഅ്മിനായ മനുഷ്യന് റബ്ബ് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം വേണ്ടേ? വഖാറുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ബഹുമാനം, ഒരു ഒതുക്കം. ഞാൻ ഏകദേശം ഒതുങ്ങാനായിട്ടുണ്ട്. കാരണം കണ്ണാടി നോക്കുമ്പോൾ സിഗ്നൽ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ കുറേയൊക്കെ ഒതുക്കുണ്ടാവില്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാല് പറയുന്ന ആളോട് വാല് നിർത്താൻ പറഞ്ഞത് താടിയിലെ രോമത്തിന്റെ വെളുപ്പ് കണ്ടിട്ടല്ലേ? എന്നും ഉമർ റളിയല്ലാഹു അൻഹു വാല് പറയാൻ ഒരാളുണ്ടായിരുന്നു. അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറയും, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ. ഉമർ തങ്ങളെ, മരണമുണ്ട് കേട്ടോ, മരണം മതി, മരണം മതി, ഉപദേശകനായിട്ട് വേറെ ഒന്നും വേണ്ട. താടിയിൽ നരബാധിച്ചത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് തന്നെ നേർക്ക് നേരെയുള്ള സിഗ്നൽ കിട്ടി, ഇനി നിങ്ങൾ വേണ്ട, ആവശ്യമാകുമ്പോ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയാൽ അള്ളാഹു മാറ്റം വരുത്തിയത് എന്തിനാണെന്നൊരു ചിന്ത വരുമല്ലോ. ദാലിക വഖാറുൽ മുഅ്മിൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മുഅ്മിനായ മനുഷ്യന് റബ്ബ് കൊടുക്കുന്ന ബഹുമാനമാണ്, ഒതുക്കമാണ്. അപ്പൊ ഇബ്രാഹിം നബിന്റെ ദുആ എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ റബ്ബേ സിദിനി ദാലിക, ഒന്നും രണ്ടും രോമം നേർച്ചാ പോരാ, എനിക്ക് നീ നരബാധ ഏറ്റിത്തരണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ. ഭാര്യമാർക്ക് അങ്ങനെ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബിന്റെ വേല നിർത്താൽ മതി, കുഴപ്പമുണ്ടാവില്ലല്ലോ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭാര്യ പറയാണ്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് നരച്ചോയോ? നരച്ചാ എന്താ? നരച്ചാ നീ നന്നായി ജീവിച്ചോ, എൻ്റെ സംരക്ഷണ ഒരു പക്ഷം കൂടുതൽ കാലം ഉണ്ടാവില്ല, മേ പോവും. അവിടെ നന്നായി അനുസരിച്ച് നല്ല സ്നേഹിച്ച് നല്ല ഉഷാറിൽ ജീവിച്ചോ. ഞാൻ പെട്ടെന്ന് പോയാൽ പിന്നെ എന്നെ അനുസരിക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് നന്നായി നല്ലോണം സ്നേഹിച്ചോ, നല്ലോണം അനുസരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുലേക്ക് നല്ലോണം അടുത്തോ. കുറച്ച് കാലം കഴിഞ്ഞാൽ നിന്റെ മുടിയും നിരക്കും, എല്ലാവരും മുടിയും നിരക്കും. നിരക്കാത്ത ആൾക്കാർ വളരെ അപൂർവമായിട്ടുണ്ടാകുള്ളൂ, അങ്ങനത്തെ ഒരു ഉണ്ട്. പക്ഷെ എല്ലാവരും മുടി നരച്ചോണമെന്നില്ല. നരച്ചു നിർത്തിയിട്ട് ആള് കുഴപ്പക്കാരനാന്നല്ല, അത് അള്ളാഹു തആല നൽകുന്ന ഒരു ബഹുമാനമാണ്, വലിയൊരു ബഹുമാനമാണ്. ഇസ്ലാമിൽ അങ്ങനെ കഴിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്താണെന്ന് വിഷയം മറക്കരുത്. ഭാര്യ പറയാണ്, നിങ്ങൾ ഈ നേരെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ പോകാണ്. ഇന്നോട് പോയിക്കോ, നാളത്തേക്ക് വാക്കാൻ നിൽക്കണ്ട. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഈ കറുപ്പടിക്കുന്ന സ്വഭാവം ഇല്ല, അത് പറ്റൂല. റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെയും അനുസരണമില്ല. റബ്ബ് അനുസരിക്കാൻ പറഞ്ഞതിൽ ആരെയും അനുസരിക്കണം, അനുസരിക്കേണ്ടവരെ മുഴുവനും അനുസരിക്കണം. അപ്പൊ തെറ്റ് ചെയ്യാൻ ആരുണ്ടോ കൽപ്പിക്കുന്നത്, കൂട്ടു നിൽക്കുന്നത്? അല്ലാഹു തആല അതിന്റെ മറുപക്ഷത്തല്ലേ എന്ന നിലക്കത് ചെയ്യാതെ ഒഴിവായി നിൽക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, റബ്ബിനെ അനുസരിച്ചാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞവരെ മുഴുവനും അനുസരിക്കണം. അനുസരണം കൊണ്ടല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ സ്ഥാനത്തെത്തിയത്. ഉസ്താദുമാര് നിങ്ങൾ നോക്കി, ചെറുപ്പത്തിൽ ചില ഉസ്താദുമാര് നന്നായി അടിച്ചിട്ടുണ്ടാകും. 2ാം ക്ലാസ്സിൽ അടിച്ച ഉസ്താദിനൊക്കെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാകും. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വലുതാളായി ആ ഉസ്താദ് ഒന്നൊരു സാധുവായി ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ, പഠിച്ചോനെ അന്ന് എനിക്ക് ആഫിയത്തില്ലാഞ്ഞിട്ടാണ് എന്നെ എത്ര അടി മുപ്പരിങ്ങോട്ട് അടിച്ചിട്ടുണ്ട് എന്ന് കരുതാൻ പാടില്ല. അന്ന് അങ്ങനെ അടിച്ചത് കൊണ്ട് ഞാൻ ഇന്നിങ്ങനെ ആയത് എന്ന് ചിന്തിക്കണം. അവിടെയല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അനുസരണം നോക്ക് നിങ്ങൾ. മഹാനവർകൾ ഒരുപാട് കൊല്ലക്കാലം ഫിഖ്ഹും അഖീദയും ഒക്കെ പഠിച്ച് അവസാനം തസവ്വുഫിന്റെ മേഖല മുഴുവൻ പഠിക്കാനും പൊരുത്തം സ്വീകരിക്കാനും അന്നത്തെ പ്രഗൽഭ പണ്ഡിതനായ ഔലിയാക്കളുടെ വലിയ ഉസ്താദായ ഷെയ്ഖ് ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. അപ്പൊ ആദ്യം വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞറിയോ? നിങ്ങളെ അഖീദയും ഫിഖ്ഹും താരീഖും ലുഗത്തും ഒക്കെ പഠിച്ചില്ലേ, മന്തിഖും മാനിയൊക്കെ, എന്തിനങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് സ്വീകരിക്കൂല, പൊയ്ക്കോളിന്നാണ്. പൊയ്ക്കോളിന്ന് പറഞ്ഞാൽ അനുസരിച്ച് ആ ഉസ്താദ് പോകാൻ പറഞ്ഞ അനുസരിച്ച് വേഗം പോവല്ല.
കിട്ടണമെന്നുള്ള ഉറപ്പിലാവുന്നെങ്കിൽ പിന്നെ അങ്ങനെ പോകാൻ പറ്റുമോ? കിട്ടിയിട്ടേ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നല്ല പലഹാരവും നല്ല പഴവർഗ്ഗങ്ങളോ കൊണ്ടുവന്നിരുന്നു, പക്ഷെ നിങ്ങൾക്ക് എടുത്തു വെക്കാതെ ഒരൊറ്റ ഒന്നുമില്ലാതെ ഞങ്ങളൊക്കെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. കാരണം ഞാൻ പഴത്തിന് വന്നതല്ല, ഞാൻ പലഹാരത്തിന് വന്നതല്ല, ഞാൻ എന്തിനു വന്നതാ? ഉസ്താദിന്റെ പൊരുത്തം കിട്ടണം, തസവുഫിന്റെ ഇൽമൊക്കെ എനിക്ക് പകർന്നു തരണം, ഞാൻ അതിനല്ലേ വന്നത്, അത് കിട്ടിയിട്ടേ പോകൂ. ഉസ്താദ് എന്ത് ചെയ്താലും ഞാൻ അനുസരിക്കാൻ റെഡിയാണ്, ശറൈനെതിരായതല്ല, എന്നെ എന്ത് പരീക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വെള്ളിയാഴ്ച ദിവസം, നല്ല തണുപ്പുള്ള ദിവസം, ടൈഗ്രീസിന് അതിൻ്റെ മുകളിലുള്ള ഒരു പാലത്തിലൂടെ അങ്ങനെ നടന്നു പോകാം. ഉസ്താദും ഉണ്ട്, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റൊരുപാടുണ്ട്, ദർസിൽ മെമ്പറായി ചേർത്തിട്ടില്ല, മറ്റൊരുപാട് ശിഷ്യന്മാരുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ്. അടിയിൽ മഞ്ഞ് കട്ടയായി കിടക്കുന്ന ജലം. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഹമ്മാദുദ് അബ്ബാസ് റളിയല്ലാഹു അൻഹു കൈയോണ്ട് ഇങ്ങനെ പിടിച്ചു. കൈയോണ്ട് ഇങ്ങനെ പിടുത്തം പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് ഇട്ടു, താഴോട്ട്, പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ടപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, നിങ്ങൾ നോക്ക്, എന്തെങ്കിലും എതിര് പറഞ്ഞു. നമ്മൾ മുണ്ടും മാറ്റിയിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒറ്റ ഉന്തിയാൽ വെള്ളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും, ബാക്കി കയറിയിട്ട് കാണിച്ചു തരാന്നതിൻ്റെ അർത്ഥം. നീ നല്ലൊന്ന് മാറ്റി നിൽക്ക്, ഞാനും ഉന്തി തരാം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഇങ്ങനെ ഉന്തി അങ്ങോട്ട് കൈ പിടിച്ചിട്ട് അങ്ങോട്ട് താഴോട്ടിട്ടപ്പോ മുണ്ട് മാറ്റി ഒരുങ്ങി നിൽക്കല്ല, വെള്ള ഡ്രസ്സല്ലേ ധരിച്ചത്, തലകെട്ട് കെട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതായാലും വെള്ളിയാഴ്ചയാണല്ലോ, നബൈതു ഗുസ്ലൽ ജുമുഅ, വെള്ളിയാഴ്ച എൻ്റെ കുളി ഞാൻ നിയ്യത്താക്കി. മറ്റു ശിഷ്യന്മാരൊക്കെ തീരുമാനിച്ചു, ഇനി പായിക്കന്നെ വരൂല, കാരണം തണുത്തൂറിക്കിടക്കുന്ന ടൈഗ്രീസ് നദിയിലേക്കാണ് പിടിച്ചിട്ടത്. സഹിക്കോ? ഇനി അനുസരിക്കാൻ ആളെ കിട്ടൂലേ. ഇത്ര കയ്പ് നീരാണെങ്കിലും അനുസരിക്കും, എത്ര കൈപ്പുറ്റ വിഷയമാണെങ്കിലും അനുസരിക്കും. എത്ര കർശന നിയമം പറഞ്ഞു നമ്മുടെ നന്മക്ക് വേണ്ടിയാണെന്ന് നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്നില്ല, എന്നാലും അനുസരിക്കും. ക്ഷമയോടെ നിൽക്കും, അനുസരണത്തോടെ നിൽക്കും. ആ അനുസരണം കൊണ്ടല്ലേ കിട്ടേണ്ടവർക്ക് കിട്ടിയത് മുഴുവനും കിട്ടിയത്. കേട്ടിട്ടില്ലേ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു? ഉമർ ഖാദി തങ്ങളെ ഉസ്താദ് ആരാണ്? മമ്മിക്കുട്ടി ഖാദി റഹ്മഹുല്ലാഹ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ വിളിച്ചു, മോനെ ഉമറേ വാ. വീട്ടിലേക്ക് അങ്ങനെ പോകുകയാണ്. വീട്ടിലെത്തിയ ശേഷം മുറ്റത്തൊരു ഭാഗത്ത് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു വേഗം വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. പറ്റിക്കാനല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നത് എപ്പോഴാണെന്നറിയോ? അത്താഴത്തിന്റെ സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോ കതക് തുറന്നപ്പോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നു. അല്ല ഉമറേ, നിങ്ങൾ പോയില്ലേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഉസ്താദേ, നിങ്ങൾ എന്നോട് നിൽക്കാൻ പറഞ്ഞില്ലേ? ആ സമയത്ത് അങ്ങ് നിന്നതാണ്, അനങ്ങിയിട്ടില്ല, ഇരുന്നിട്ടില്ല, നടന്നിട്ടില്ല, കാൽമുട്ട് മടക്കിയിട്ടില്ല, നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കാലടി മാറ്റിയിട്ടില്ല, നിൽക്കാൻ പറഞ്ഞിടത്ത് അങ്ങ് നിന്നു. മണിക്കൂർ എത്രയായാലും കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു, മോനെ, പരീക്ഷണത്തിൽ ജയിച്ചു, അനുസരണത്തിൽ ഫുൾ മാർക്ക് കിട്ടി. അനുസരണമാണല്ലോ ഏറ്റവും വലിയ അദബ്. ഏതാൾക്കും ആവശ്യമുള്ളത് അതാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, നിങ്ങൾ നോക്ക്, മഹാനവറുകൾ തായോട്ട് വീണപ്പോ ബിസ്മി ചൊല്ലി ജുമുഅന്റെ കുളി നിയ്യത്താക്കി. ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു. ഇൽമെഴുതിയ കടലാസാണ്, അത് നനയാൻ പാടില്ലല്ലോ. അതൊരു കൈയോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു. കൈകൊണ്ട് പൊക്കി പിടിച്ച ആ കൈയും കൂടി നനഞ്ഞെങ്കിലല്ലേ കുളി ശരിയാകുള്ളൂ. ഈ നനഞ്ഞ കൈ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചത് ഉണങ്ങിയ ശേഷം ആ കൈയിലേക്ക് കടലാസ് മാറിയിട്ട് കൈ ഇങ്ങനെ മുക്കി. അങ്ങനെ കരയിൽ ഇങ്ങനെ കയറി നിന്ന് സൂര്യ ഉദിച്ചിങ്ങനെ വരണ്ടേ. ഏകദേശം ഒരു 8-9 മണി വരെ വെള്ളം ഇങ്ങനെ ഉറ്റി 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 പോയി. അത് ഉണങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ മുഖത്തൊരു പകർച്ചയില്ല, ഒരു മാറ്റമില്ല. അങ്ങനെ പള്ളിയിലേക്ക് കയറി വരുന്നു ഹമ്മാദുദ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ടുപോയി. ഇത് വല്ലാത്തൊരു ശിഷ്യനാട്ടോ, ഇത് ചെറിയ അനുസരണമുള്ള ആളൊന്നുമല്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വീണ്ടും നല്ല സുസ്മേരവദനായി ഹമ്മാദുദ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. കുറച്ചു നേരം സംസാരിച്ചിട്ട് കുട്ടികളുടെയിൽ പോയിരുന്നപ്പോൾ കുട്ടികളും പറയാൻ തുടങ്ങി. ഉസ്താദ് പറയും പോലെ എല്ലാ പറച്ചിലും കുട്ടികൾ പറയാൻ പാടില്ല. എല്ലാ പറച്ചിലും പറഞ്ഞാൽ ചിലപ്പോൾ അപകടം ഉണ്ടാകും.
സന്തോഷം കൊണ്ട് ചില പേരുകൾ ഉസ്താദ് വിളിക്കും, അപ്പൊ ശിഷ്യന്മാരും അത് ചേർത്ത് വിളിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വിളി ആ കൂട്ടത്തിൽ വന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വിളിച്ചു, സഹാബത്തൊക്കെ ഏറ്റു വിളിച്ചു, ലോകത്തെല്ലാവരും വിളിച്ചു. അബൂ ഹുറൈറ എന്ന പേര് പ്രസിദ്ധിയാർജിച്ചു. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച ആ പേരിൽ ഒരു ദുരർത്ഥവും ഇല്ല. സ്നേഹമാണ് അതിലുള്ളത്, സന്തോഷമാണുള്ളത്, കാരുണ്യമാണ് ബോധ്യപ്പെടുത്തുന്നത്. പൂച്ചയോട് സ്നേഹമുണ്ടല്ലോ, അവർ പൂച്ചക്കുട്ടിയോട് സ്നേഹമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നല്ലൊരു സ്വഭാവമല്ലേ അത്. ഒറ്റ പേര്, ആ പേരിൽ പിന്നെ അങ്ങോട്ട് മഷ്ഹൂറായി. അങ്ങനെയാണല്ലോ ഉസ്താദുമാർ ചില പേര് നല്ല പേര് വിളിക്കും സന്തോഷം കൊണ്ട്, പിന്നെ ആ പേരിലാണല്ലോ ആളറിയപ്പെടുക. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്നോട് ഉസ്താദ് പറയും പോലെ കുട്ടികളും ഇങ്ങനെ സ്വീപ്പാക്കി പറയാൻ തുടങ്ങി. നിങ്ങൾ പോയിക്കോളി, എന്തിനാ വന്നത്? നിങ്ങൾ അഖീദ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ ഫിഖ് പഠിച്ചിട്ടില്ലേ? മന്തിക്ക് പഠിച്ചിട്ടില്ലേ? മാനി പഠിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ അങ്ങോട്ട് ഇങ്ങനെ വന്നിരിക്കണ്? ഞങ്ങളൊക്കെ തസൂഫിന്റെ ആൾക്കാരല്ലേ. അപ്പോൾ ഉസ്താദ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ പറയും പോലെ നിങ്ങൾ പറയരുത്. നിങ്ങളെ കൂട്ടത്തിൽ എല്ലാവരെയും ഞാനൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അബ്ദുൽ ഖാദിർ ഉണ്ടല്ലോ, ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഈ കുട്ടിയെ ഞാൻ പരീക്ഷിച്ചപ്പോ എന്റെ പരീക്ഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഇന്നീല അറാഹു ജബലല്ലാ യതഹറകൂ, അതൊരു കുലുങ്ങാത്ത പർവ്വതമാ. നിങ്ങളൊക്കെ ഒന്ന് കുലുക്കിയാൽ നിങ്ങൾ കുലുങ്ങിപ്പോകും. ഇത് കുലുങ്ങാത്ത മലയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയും പോലെ നിങ്ങൾ സ്വീപ്പാക്കണ്ട. ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ അടുത്ത് നിന്ന് എല്ലാ ശിഷ്യത്വവും സ്വീകരിച്ചു, എല്ലാ പൊരുത്തവും വാങ്ങി. നിങ്ങൾ നോക്കി, ജീലാനി തങ്ങളെ കാലത്ത് തന്നെ ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ശിഷ്യന്മാരോടൊപ്പം ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഉസ്താദിന്റെ എല്ലാ വിശേഷങ്ങളും ഖബറും പുറത്തും തന്നെ ചോദിച്ചറിയുന്നുണ്ട്. ഖബറും പുറത്തുനിന്ന് അങ്ങനെ ചോദിച്ചറിയാൻ കഴിയുമല്ലോ. അമ്പിയാക്കൾക്ക് അങ്ങനെ മുജിസത്തായി സംഭവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഔലിയാക്കൾക്ക് അങ്ങനെ കറാമത്തായി വരുന്നതിനൊരു പന്തികേടും ഇല്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ പള്ളി അടിച്ചു വാരി വൃത്തിയാക്കുന്ന ഒരു സ്വഹാബിയായ വനിതയുണ്ടായിരുന്നു. ഉമ്മുദാജിൻ റളിയല്ലാഹു അൻഹ എന്നാണ് പേര്. ഉമ്മുദാജിൻ ബീവിയെ ഒരു പകലിൽ കാണാതായപ്പോ സ്വഹാബത്തൊക്കെ പള്ളിയിൽ നിന്ന് പോകുന്നൊരു നേരമുണ്ട്, ദുഹാ നിസ്കാരത്തിന്റെയും ളുഹറിന്റെയും ഇടയിലുള്ള സമയം. ആ സമയത്ത് വന്ന് പള്ളിയിൽ അവിടെയും ഇവിടെയും കടലാസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത്, അവിടെ ഇവിടെ എന്തെങ്കിലും കത്തിച്ചു വെച്ച തിരികൾ ഉണ്ടാകുമല്ലോ, ചൂട്ട് കത്തിച്ചല്ലേ എന്ന് പള്ളിയിലേക്ക് വരല്. ഇതുപോലെയുള്ള ഉപകരണങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ എടുത്തു മാറ്റിയിട്ട് വൃത്തിയാക്കിയിട്ട് പോകും. ഇങ്ങനെ പള്ളി വൃത്തിയാക്കി ഖിദ്മത്ത് ചെയ്യുന്ന ഉമ്മുദാജിൻ ബീവി ഒരു ദിവസം കാണാതായപ്പോ നബി തങ്ങൾ ചോദിച്ചു, എവിടെ? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, ഇന്നലെ മരണപ്പെട്ടു നബിയെ, ഞങ്ങൾ ഖബറടക്കി പോയി, ഖബറൊന്ന് കാണിച്ചു തരുമോ? ഖബറിന്റെ സമീപത്ത് ചെന്ന് നിൽക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഉള്ളിലുള്ള ഉമ്മുദാജിൻ ബീവിയോട് ചോദിക്കുന്നു, ഓ ഉമ്മുദാജിനെ, അയ്യ അമലിൻ വജത്തി അഫ്ളലാ, ഏറ്റവും ചെയ്ത അമലുകളിൽ, സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, ഇപ്പൊ ബോധ്യപ്പെടുന്നത്, ഇപ്പൊ സുഖിച്ചുകൊണ്ടിരിക്കുന്ന അമലിന് കാരണമായത് ഏതാണ്? ഉമ്മുദാജിൻ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നു, സ്വഹാബത്തല്ലേ കേൾക്കുന്നത്, കുമ്മുൽ മസ്ജിദി യാ റസൂലല്ലാഹ്, പള്ളി അടിച്ചു വാരിയതാണ് നബിയേ. ഖബറിന്റെ ഉള്ളിൽ വന്നപ്പോ എന്റെ എല്ലാ സുഖങ്ങൾക്കും വലിയ കാരണമായി ഞാൻ മുന്നിൽ കണ്ടത് പള്ളി അടിച്ചു വാരിയതാണെന്ന് ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹു അൻഹാ ഖബറിന്റെ അകത്തുനിന്ന് മറുപടി പറയുന്നത് പുറത്തേക്ക് സ്വഹാബത്ത് കേൾക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഉസ്താദിനോട് ചോദിക്കാണ്, ഉസ്താദേ, എന്താണ് നിങ്ങളെ കൈ അനങ്ങാതെ കിടക്കുന്നത്? ഒരു കൈ എന്താണ് അനങ്ങാത്തത്? കയ്യിന് കോർകേടൊന്നുമില്ല, പക്ഷേ അത് അനങ്ങുന്നില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എത്രമാത്രം അനുസരണമുള്ള ശിഷ്യനാണ്, മഹാനവർകൾ എത്രമാത്രം തവാളുള്ള മഹാനാണ്, ഉസ്താദിനോട് എത്രമാത്രം ബഹുമാനമുള്ള മഹാനാണ്. അന്ന് പാലത്തിന്റെ അടുത്ത് വെച്ച് ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് തായോട്ടിട്ടില്ലേ? ആരാണ്? ഷെയ്ഖ് ജീലാനി തങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടിയല്ലേ? ഒരു ഭാഗത്തുകൂടെ 11ാമത്തെ പേരക്കുട്ടിയാണ്, മറ്റൊരു ഭാഗത്തിലൂടെ 13ാമത്തെ പേരക്കുട്ടിയാണ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമാ. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഭാഗത്തിലൂടെ ഹസൻ ഹുസൈൻ
ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ പരമ്പരയിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പേരക്കുട്ടി, ആ പേരക്കുട്ടിയല്ലേ ഇങ്ങനെ ഇട്ടെടുത്തത്, അതിന്റെ ഒരു കുറവ് കൊണ്ടാണ് കൈ ചലിക്കാത്തത് എന്ന് മനസ്സിലാക്കി വിഷയത്തുന്ന ഉസ്താദിന്റെ സംസാരത്തിൽ നിന്ന് കിട്ടിയപ്പോ ഖബറിന്റെ സമീപത്ത് തന്നെ ശിഷ്യന്മാരോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കുറെ നേരം ഒറ്റക്ക് നിന്ന് ദുആ ചെയ്തു. ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറിങ്ങൾ നിന്നിട്ട് നിക്കിച്ച് വെച്ചോവർ. കുറെ നേരം ദുആ ചെയ്തിട്ട് ഉസ്താദ് വരുമ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, ഒരു ഖബറിന്റെ സമീപത്തും ഇതുപോലെ നിൽക്കുന്നത് കണ്ടില്ലല്ലോ. കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ശൈഖാണ് ശൈഖ് ഹമ്മാദു ദബ്ബാസ് റളിയല്ലാഹു അൻഹു, തസവ്വുഫിന്റെ മുഴുവൻ ശാഖകളും എനിക്ക് പകർന്നു തന്നു. എല്ലാ ഇൽമുൽ ളാഹിറും ഇൽമുൽ ബാത്തിനും ശരിക്കെന്നെ പ്രയോഗവൽക്കരിക്കുന്ന രീതിയിൽ എനിക്ക് ശിക്ഷണം നടത്തിയ എന്റെ ശൈഖിന്റെ കൈ, എന്റെ ഗുരുവിന്റെ കൈ അനങ്ങാത്തത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം വന്നു. ഞാൻ അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. കൈ ശരിക്ക് മറ്റേ കൈ പോലെ അനങ്ങി കണ്ട ശേഷമാണ് ഞാൻ സലാം പറഞ്ഞു മടങ്ങി വന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഗുരുനാഥന്മാരെ അനുസരിക്കണം കേട്ടോ. പണ്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദ് ഇന്ന് കച്ചവടക്കാരനാന്ന് കരുതിയിട്ട് അനുസരണത്തിലും ബഹുമാനത്തിലും കുറവ് വരരുത്. വിളിക്കുമ്പോ ഇപ്പൊ പോകേണ്ടതില്ല, കാരണം ഇപ്പൊ ഉസ്താദ് മദ്രസ പഠിപ്പിക്കുന്നില്ലല്ലോ, ഇപ്പൊ കച്ചവടല്ലേ ചെയ്യുന്നത്. നിന്നെ പഠിപ്പിച്ച ഉസ്താദാണോ? ഇപ്പൊ കച്ചവടം ചെയ്യുന്നത് ഹലാലായ ജോലിയല്ലേ, കൃഷി ചെയ്യുന്നതും ഹലാലായ ജോലിയല്ലേ. ആ ഉസ്താദ് നിന്റെ ഉസ്താദാണ്. കൃഷിയുടെ ഇടയിൽ വെച്ചാണ് വിളിക്കുന്നതെങ്കിലും കച്ചവടത്തിന് ഇടയിൽ വെച്ചാണ് വിളിക്കുന്നതെങ്കിലും അനുസരണമുള്ള ശിഷ്യന്റെ അടയാളം വിളിക്ക് ഉത്തരം ചെയ്യലാണ്. ആ വിളിക്ക് ഉത്തരം ചെയ്യുന്നതിന് മടിപാടില്ല. ഗുരുനാഥന്മാരെ അനുസരിക്കുന്നത് വലിയ ഒരു പൊരുത്തമാണ്. അള്ളാഹു നമുക്കിത് നിലനിർത്തി തരട്ടെ. അനുസരണം നല്ല രൂപത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വരണം. ബാപ്പാനെ അനുസരിക്കണം, ഉമ്മാനെ അനുസരിക്കണം, അതിലൊന്നും കുറവ് വരരുത്. വാക്കുകൊണ്ട് അനുസരണക്കേട് വരരുത്. ബാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കാതിരിക്കുന്നത് തല്ലുന്നവര് മാത്രമല്ല. മഹാന്മാര് വിശദീകരിച്ചു 10-11 കാര്യങ്ങളുണ്ട്, ഞാനൊക്കെ കൂടി പറയുന്നില്ല. കണ്ണുരുട്ടിയാൽ അനുസരണക്കേടാണ്, ശബ്ദമുയർത്തി പറഞ്ഞാൽ അനുസരണക്കേടാണ്, കൈ ചൂണ്ടി പറഞ്ഞാൽ അനുസരണക്കേടാണ്, ഇരിക്കുന്നതിന്റെ മുകളിൽ കാല് നീട്ടി വെച്ചുകൊണ്ട് കാലിന്റെ മേലെ കാലും വെച്ചിട്ട് മുതലാളി ഇരിക്കും പോലെ ചുക്കിച്ചുളിഞ്ഞ ഉമ്മാനെ മുന്നിലിരുന്നിട്ട് വലിയ വർത്തമാനവും ബീമ്പും പറയുന്നത് അനുസരണക്കേടാ. താല്പര്യങ്ങൾ നിറവേറ്റി കൊടുക്കാതിരിക്കുന്നത് അനുസരണക്കേടാ. ആഴ്ചകളോളമായൊരു കാര്യം പറഞ്ഞിട്ട് മുഖവിലക്കെതുക്കാതെ നടക്കുന്നത് അനുസരണക്കേടാ. 10-11 അവരെണ്ണിയെങ്കിൽ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, മുഅ്മിനാത്തുകളോട് പറയട്ടെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിക്കാൻ നന്നായി പഠിപ്പിച്ച ഒരു വിഭാഗമാണ് മാതാപിതാക്കൾ. അവരെ നന്നായി അനുസരിക്കണം. അവരനുസരിക്കുന്നതിൽ നമുക്ക് വീഴ്ച പാടില്ല, ഒരു കുറവും പാടില്ല. സംസാരങ്ങൾ ആ വിഷയത്തിൽ നിയന്ത്രിക്കണം. ബാപ്പയും ഉമ്മയും ചിലപ്പോഴൊക്കെ പ്രായം മൂക്കുമ്പോൾ ചിലപ്പം വർത്തമാനങ്ങൾ ഏറി വരും, കുറ്റങ്ങൾ കാണലേറി വരും. നല്ല സ്വബറിന്റെ ശൈലിയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ വാപ്പാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊരു തിയറി നമ്മൾ ഉണ്ടാക്കരുത്. ചില വാപ്പാർക്ക് പ്രായം കൂടുമ്പോൾ സംസാരങ്ങൾ കൂടി വരും, ചെറുതും വലുതും കാണുന്നത് തെറ്റായി തോന്നും. അങ്ങനെ തോന്നുമ്പോ നല്ല ക്ഷമിച്ച് നല്ല സ്നേഹത്തോടെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിലും കാർക്കശ്യത്തിന്റെ ശൈലി പാടില്ല എന്ന് പറഞ്ഞില്ലേ, ബഹുമാനം വിടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിൽ അവരനുസരിക്കണം. അനുസരണം കൊണ്ടല്ലേ മഹാന്മാര് മുഴുവനും വലിയ ദറജയിലേക്ക് ഉയർന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ മുഖത്ത് ചുംബിച്ച് 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പറഞ്ഞേക്കുമ്പോ ഉമ്മ കൊടുത്ത ഉപദേശം ശിരസാവഹിച്ചപ്പോ പ്രബോധന രംഗത്തുള്ള തുടക്കത്തിൽ തന്നെ വലിയ വിപ്ലവമല്ലേ സൃഷ്ടിച്ചത്, വലിയ കറാമത്ത് കൊണ്ടല്ലേ അള്ളാഹു ആദരിച്ചത്. അനുസരണമാണല്ലോ. ഉമ്മാനെ അനുസരിച്ചപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ സദസ്സ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ നിലക്കും റാഹത്തുള്ള സദസ്സാണ്. ബാപ്പാനെയും ഉമ്മാനെയും ഗുരുനാഥന്മാരെയും അനുസരിക്കുന്നതിൽ ഒരു കുറവും നമുക്ക് പാടില്ല.
മൂത്ത ആൾക്കാരെ അനുസരിക്കണം, വലിയ ആൾക്കാരെ അനുസരിക്കണം. ആ അനുസരണത്തിൽ ഒരു പക്ഷേ നമ്മെ ഉപദേശിക്കുമ്പോൾ കർശനമായ ചില ഭാഷകളൊക്കെ വന്നാൽ നിങ്ങൾ നോക്ക്, അനുസരണക്കേട്. മൂത്ത ആളെ മുന്നിലൂടെ മടക്കി കുത്തിക്കൊണ്ടൊരു നിലക്കും നമ്മൾ നടക്കാൻ പാടില്ല. നമ്മളെ മൂത്ത ആളാ കാരണവലാണ്, അതൊക്കെ അങ്ങനെ ഉണ്ടായിക്കോളൂ, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികമല്ലേ. അനുസരണക്കേട് ഒരു സ്ഥലത്തും സംഭവിച്ചു പോകാൻ പാടില്ല. അത് വലിയ ഒരു ഗുരുത്തക്കേടാണ്. ബാപ്പാൻ്റെ മുന്നിലൂടെ മടക്കി കുത്തി നടക്കാൻ മഅദല്ലാ ഒരിക്കലും പാടില്ല. ജ്യേഷ്ഠൻ്റെ മുന്നിലൂടെ മടക്കി കുത്തി നടക്കാൻ ഒരു നിലക്കും പാടില്ല. ഉസ്താദുമാരെ മുന്നിലൂടെ ഒരു നിലക്കും പാടില്ല, ചിന്തിക്കാൻ തന്നെ പറ്റൂല. അവരിങ്ങനെ വരുന്ന ആരാ വരുന്നത്? അത് മൂത്താപ്പാന മോനാ. പക്ഷെ മൂത്താപ്പാന മോൻ നമ്മളെ ജ്യേഷ്ഠനാ, മൂത്ത ആളാ. നമ്മളിങ്ങനെ ഒരു മതിലിൻ്റെ മേലെ ഇരിക്കുകയാണ്, മൂത്താപ്പാന മോനാ, ഇറങ്ങി അടുത്തിരുന്ന് പോയി. നിങ്ങൾ കണ്ടില്ലേ, മുമ്പ് ഒരു പണ്ഡിതൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട അസ്മാഇ റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദർസിൻ്റെ ഇടയിൽ വെച്ച് ചിലപ്പോൾ ഇങ്ങനെ എണീറ്റ് അങ്ങനെ നിൽക്കുക, ദർസ് നടത്തിക്കൊണ്ട് എണീറ്റ് അങ്ങനെ നിൽക്കുക. അപ്പോൾ ചോദിച്ചു, എന്താ ഉസ്താദ് ദർസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ? ശിഷ്യന്മാർ പതുക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമല്ല, പുറത്ത് കണ്ടില്ലേ കുറേ കുട്ടികൾ കളിക്കുന്നത്, ആ കളിക്കുന്ന കുട്ടികളിൽ എൻ്റെ ഉസ്താദിൻ്റെ ഒരു മോനുണ്ട്, ചെറിയ മോൻ. ആ മകൻ പന്ത് തട്ടിയിട്ട് പള്ളിയുടെ അടുത്തേക്ക് എൻ്റെ മുഖാമുഖമായി വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ തോന്നുന്നില്ല. കാരണം ഉസ്താദിനോട് ബഹുമാനമുള്ളതുപോലെ ഉസ്താദിൻ്റെ മോനോടും ബഹുമാനം വേണമല്ലോ, അനുസരണം വേണമല്ലോ. ഈ ഉസ്താദ് ഇവിടെ എഴുന്നേൽക്കുന്നത് ആ കുട്ടിയെ കണ്ടിട്ടാണെന്ന് കുട്ടി അറിഞ്ഞിട്ടില്ല. പക്ഷേ ഉസ്താദ് കുട്ടിയെ കണ്ട് അനുസരണത്തോട് എണീറ്റ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പമാരോട്, ഞാൻ എൻ്റെ കൂട്ടുകാരോട്, ഞാൻ എൻ്റെ സതീർത്ഥ്യരോട്, ഞാൻ എൻ്റെ കാരണവന്മാരോട് പറയുന്നത്, ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന വലിയ ഒരു സമ്പത്താണ് അനുസരണം. ഒരിക്കലും കുറയരുത്. സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, അനുസരണമുണ്ടോ വിജയമുണ്ട്. നല്ല ഭാര്യയെ പറ്റി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഒരു പെണ്ണ് സ്വല്ലത്ത്, ആ പെണ്ണ് നിസ്കരിച്ചു, ഫർളഹാ, ഫർള് നിസ്കാരം, വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ മാസത്തെ നോമ്പ് നോറ്റു, വഅദ്ദത്ത് സകാത്ത മാലിഹാ, സമ്പത്തിന്റെ സകാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. നാലാമത്തൊരു കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്താണത്? തന്റെ സഹധർമ്മിണി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പൊരുത്തപ്പെടുത്തിയിട്ടാണോ ഒരു പെണ്ണ് പോകുന്നത്? എന്നാൽ ആ പെണ്ണ് ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ കടന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അനുസരണം കൊണ്ടാണ്. അവസാനം എണ്ണിയിലെ അനുസരിച്ചു പോയി. അപ്പൊ ആ അനുസരണം നമ്മൾ ഏറ്റവും കൂടുതൽ മുഖവിലക്കെടുക്കണം. ക്രോസ് ചെയ്യുന്ന വാക്കുകൾ അനുസരണത്തിന് എതിരാണ്. മനുഷ്യന്റെ മൊത്തത്തിലൊരു സ്വഭാവമുണ്ട്. വെള്ളിയാഴ്ചകളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന അൽ-കഹ്ഫ് സൂറത്തിൽ നമ്മൾ ഓതിയിട്ടില്ലേ, ലോകത്ത് ഒന്നാമതായി അനുസരണക്കേട് കാണിച്ച ആള് ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അവൻ ഒറ്റ കാര്യമല്ലേ ധിക്കരിച്ചത്. അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞത് എന്താണ്? കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി, അവൻ ജിന്നുകളെ കൂട്ടത്തിൽ പെട്ടവനായതുകൊണ്ട്, ഫഫസഖ, ജിന്നുകളെ കൂട്ടത്തിൽ പെട്ടവനായി എന്ന കാരണം കൊണ്ട്, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ഒരു കാരണം അതാണ്, റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചു. ഒന്നല്ലേ ധിക്കരിച്ചത്, അതിന്റെ പേരിൽ തന്നെ എത്ര വലിയ ശിക്ഷയാ അനുഭവിക്കുന്നത്. അപ്പൊ അനുസരണക്കേട് വലിയൊരു വിഷയമാണ്. നമ്മളത് ശരിക്ക് കണക്കുകൂട്ടി മനസ്സിലാക്കി അനുസരിക്കേണ്ടവരെ മുഴുവനും അനുസരിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരിച്ച് അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ തലങ്ങളിലൊക്കെ അനുസരണം രേഖപ്പെടുത്തി നല്ല നിലക്ക് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളെയും ചേർത്തി തരുമാറാകട്ടെ. അനുസരണക്കേട് വന്നാലേ നമ്മളിൽ ഒരു പക്ഷേ, ഒറ്റ വാക്കുകൂടി പറയട്ടെ, ചെയ്തവർകളെത്തി പരിപാടി തുടങ്ങാൻ പോകുകയാണ്, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അനുസരണക്കേട് വന്നാലേ നമ്മളിൽ ഒരു പക്ഷേ അതിൻ്റെ കാരണം ബോധ്യമായിട്ടില്ലെങ്കിലും മക്കളിലോ മക്കളിലോ അതിൻ്റെ കുരുത്തക്കേട് വരും. അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മൾ അനുസരണക്കേട് കാണിച്ചു, നമ്മൾ നമ്മുടെ ജീവിതത്തിന് കുഴപ്പം നമുക്ക് തോന്നിയില്ല. പക്ഷേ പിന്നീട് മക്കളിലൊരു പക്ഷേ അത് വെളിവാകും, അല്ലെങ്കിൽ മക്കളിൽ അത് വെളിവാകും. നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, എന്നാൽ ആ ബഹുമാനത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ. മക്കളിലും മക്കളിലും ആ ബഹുമാനത്തിൻ്റെ അടയാളം വെളിവാക്കും. നീട്ടിപ്പരത്തി പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് അനുസരണം മുഖമുദ്രയാക്കി
അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്താതെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്ന വീഴ്ച വരുത്താതെ, സ്വന്തം ഉസ്താദുമാരെയും മാതാപിതാക്കളെയും ബന്ധുക്കളെയും സാദാത്തുക്കളെയും ഒക്കെ അനുസരിച്ച് നല്ല നിലക്ക് ജീവിക്കുന്ന അനുസരണമുള്ള അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പെടുത്തി തരുമാറാകട്ടെ, നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടുത്തെ ഖുതുബിയ്യത്ത് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. നല്ല ഖബൂലിയത്തുള്ള സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് അനുഭവങ്ങൾ, എന്നെക്കാളും അനുഭവങ്ങൾ കേട്ടവരും അനുഭവിച്ചവരുമാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഇതിന് നേതൃത്വം നൽകുന്ന, ഇവിടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആദരണീയതായ സയ്യിദ് അവറുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരുടെ ഉപ്പമാര് ഉപ്പാപ്പമാര് എല്ലാവരുടെയും ദറജകൾ അള്ളാഹു ഉത്തരോത്തരം ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈ അടുത്ത് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഫാറൂഖ് ബുഖാരി തങ്ങൾ അള്ളാഹുത്തേക്ക് ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു തആല വലിയ സലാമത്തും റാഹത്തും ഇസ്സത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. മുഖറബീങ്ങളെ കൂട്ടത്തിലെ അള്ളാഹു ചേർത്തി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വലിയ ഒരു സന്തോഷമുള്ള, ഏറ്റവും കൂടുതൽ നമ്മുടെ ഖൽബും നമ്മുടെ ശരീരവും ഒക്കെ നന്നാക്കിയെടുക്കുന്ന വലിയ ഒരു സദസ്സാണ് നമ്മുടെ ഈ ഖുതുബിയ്യത്ത് സദസ്സ്. ആ അർത്ഥത്തിൽ തന്നെ കണ്ടിട്ടാണല്ലോ നേരത്തെ തന്നെ എല്ലാവരും ഇവിടെ എത്തിയത്. ഇത്തികാഫിന്റെ നിയത്തോടുകൂടെ ഈ ഇരിക്കുന്ന നേരം മുഴുവനും ഇരുന്ന് ദിക്റും ദുആഉം സലാത്തും ഒക്കെ കഴിഞ്ഞ് ഓരോ മാസവും നമുക്ക് നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവങ്ങളിലും ഒക്കെ ഉണ്ടാകണം. അതിനൊക്കെ കാരണമാണ് അനുഭവങ്ങൾ. നമുക്കൊരുപാട് ഹാജത്തുകൾ ഒരുപാട് നമുക്ക് അനുദിനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കും ഒരു ചേഞ്ച് നമ്മുടെ സ്വഭാവത്തിലും ഖൽബിലും അമലിലും ഒക്കെ ഉണ്ടാകാനും അള്ളാഹു ഇത് സബബാക്കി തരുമാറാകട്ടെ. നമ്മളെ നിയ്യത്ത് കൊണ്ട് അതൊക്കെ നടക്കും. അതൊക്കെ ഇവിടുത്തെ ദുആയിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നൊരു വിഷയം കൂടിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു ഇഖ്ലാസ് ഏറ്റി തരുമാറാകട്ടെ. നമ്മൾ ഈ സദസ്സ് അള്ളാഹു നാൾക്ക് നാൾ കാലാകാലം നിലനിർത്തി തരുമാറാകട്ടെ. സയ്യിദവറുകൾക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ അനുയായികൾ, ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ഇവിടുത്തെ കാരണവന്മാർ, മറ്റു ഉസ്താദുമാർ, പ്രവർത്തകന്മാർ, ഒരുപാട് പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ദീനിന്റെ വലിയ ഒരു ഖിദ്മത്തായി